നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ UDF സർക്കാർ വന്ദേ മാതരം മുഴുവനായി ആലപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം പാലിക്കും. ഇതുവരെയുള്ള എതിർപ്പ് ആവിയാക്കി ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ്. ഇനി അറിഞ്ഞില്ല കണ്ടില്ല എന്ന് പറഞ്ഞുള്ള പൊട്ടൻ കളി നടക്കില്ല. വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം അംഗീകരിക്കൂ എന്ന കോൺഗ്രസിന്റെയും UDFന്റെയും പ്രഖ്യാപിത നിലപാടിൽ വെള്ളം ചേർക്കുന്നതാണ് കേരള സർക്കാരിന്റെ പുതിയ നിർദ്ദേശം. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ് ഇതുവരെ ഒഴിവാക്കിയിരുന്ന വരികൾ ഉൾപ്പെടെ ആലപിക്കാൻ കോൺഗ്രസ് സർക്കാർ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സംഘപരിവാറിന് കീഴടങ്ങിയെന്ന പ്രതിപക്ഷ ആരോപണം ശക്തമാകുമ്പോൾ വന്ദേ മാതരത്തെ ചൊല്ലി കേരളത്തിലും പുതിയ രാഷ്ട്രീയ പോരിന് തുടക്കമാകുന്നു. വന്ദേ മാതരം നിർബന്ധമായും ആലപിക്കണമെന്ന് രാജ്യത്ത് നിയമമില്ല. എന്നിട്ടും കേന്ദ്രത്തിന്റെ നിർദ്ദേശം അതിനൊപ്പം വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാക്കണമെന്ന നിയമ ഭേദഗതിയും. ഇതാണോ സംസ്ഥാന സർക്കാരിനെ പിന്നോട്ടടിപ്പിച്ചത്? നിർബന്ധമായും ആലപിക്കണമെന്ന നിയമമില്ലാത്ത കാര്യത്തിൽ കേന്ദ്ര നിർദ്ദേശം വന്നപ്പോൾ കേരള സർക്കാർ എന്തിനു വഴങ്ങി? വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം അംഗീകരിക്കൂ എന്ന കോൺഗ്രസിന്റെയും UDFന്റെയും പ്രഖ്യാപിത നിലപാട് എവിടെ? മതനിരപേക്ഷതയുടെ പേരിൽ ഒഴിവാക്കിയ വരികൾ തന്നെ ഇപ്പോൾ ആലപിക്കാൻ നിർദ്ദേശം. മന്ത്രി പറയുന്നു അറിഞ്ഞില്ല, മറ്റൊരു മന്ത്രി പറയുന്നു രാജ്ഭവൻ നിർദ്ദേശം. വന്ദേ മാതരത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയം ഇവിടെ അവസാനിക്കുന്നില്ല. ചോദ്യമൊന്നേയുള്ളൂ, വന്ദേ മാതരത്തോടുള്ള എതിർപ്പ് പൊള്ളയോ? ചീഫ് സെക്രട്ടറിയുടെ ഡെമി ഒഫീഷ്യൽ ലെറ്ററാണ് വന്നിരിക്കുന്നത്. ഇത് പ്രകാരമാണ് വന്ദേ മാതരം ആലപിക്കണമെന്ന്, അത് മുഴുവനായി ആലപിക്കണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നത്. കേന്ദ്ര നിർദ്ദേശമാണ്. കഴിഞ്ഞ ജനുവരിയിലാണ് കേന്ദ്രം ആ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. വന്ദേ മാതരം മുഴുവൻ ചരണങ്ങളും 6 ചരണങ്ങളും ആലപിക്കണം എന്നായിരുന്നു കേന്ദ്ര നിർദ്ദേശം. അത് ഏതൊക്കെ പരിപാടികളിലാണ് അങ്ങനെയുള്ള വന്ദേ മാതര ആലാപനം വേണ്ടത് എന്നുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാർ ജനുവരിയിൽ നൽകിയതാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇതേക്കുറിച്ചുള്ള ബില്ല് പാസ്സായത്. വന്ദേ മാതരത്തിന് ജനഗണമനയുടെ അതേ പദവി നൽകുന്നതായിരുന്നു ആ ബില്ല്. അത് പ്രകാരം വന്ദേ മാതരത്തെ അവഹേളിച്ചാൽ ജയിൽ ശിക്ഷ ഉറപ്പുവരുന്ന രീതിയിലുള്ള നിയമ ഭേദഗതിയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ വന്ദേ മാതരം പാടിയേ തീരൂ, ആലപിച്ചേ തീരൂ എന്നുള്ള നിയമം രാജ്യത്തില്ല. പക്ഷേ ആലപിച്ചാൽ അത് 6 ചരണവും ഉൾപ്പെടുന്ന മുഴുവൻ ഭാഗവും ആലപിക്കണം എന്നുള്ളതാണ്. പക്ഷേ ആദ്യ 2 ചരണങ്ങൾ മാത്രമേ അംഗീകരിക്കൂ എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെയും UDFന്റെയും ഒക്കെ നിലപാട്. അതിൽ വെള്ളം ചേർക്കുന്നതാണ് ചീഫ് സെക്രട്ടറി ഇറക്കിയിരിക്കുന്ന ഈ DO, ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നുള്ളതാണ്. ഈ DO പിൻവലിക്കണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലുക എന്നുള്ളത് RSSന്റെ നയമാണ്, RSSന്റെ അജണ്ടയാണ്. അതിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുന്ന അവസ്ഥ ഇവിടുത്തെ ഗവൺമെന്റ് കാണിച്ചു. ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ ദേശീയ ഗാനം മാത്രമല്ല വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലണമെന്ന് പറയുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമായ കാര്യമാണ്. അത് RSS നയമാണ്, നമ്മുടെ രാജ്യം അംഗീകരിച്ചതല്ല. ശ്രീ ശ്രീത് പണിക്കർ, ശ്രീ CP അബ്ദുൾ സമദ്, ശ്രീ റെജിനസ് ഉണ്ണിത്താൻ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ശ്രീ അബ്ദുൾ സമദ്, ഇത് UDF സർക്കാരിന്റെ ഇരട്ടത്താപ്പാണോ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തീർച്ചയായും UDF സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ്. കാരണം UDF സർക്കാരിന് നേരത്തെ ഇവിടെ ഇൻട്രോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആണെങ്കിലും UDF സർക്കാരിന്റെ ആണെങ്കിലും പ്രഖ്യാപിത നിലപാടായിരുന്നു മുമ്പ് വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 സ്റ്റാൻഡ് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. അത് അംഗീകരിക്കുമ്പോൾ തന്നെ ആ അംഗീകരിക്കുന്ന 2 സ്റ്റാൻഡ്സ് പോലും ഇത്തരത്തിൽ നിർബന്ധമായി അല്ലെങ്കിൽ ചൊല്ലാനുള്ള നിർദ്ദേശമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരിക എന്ന് പറയുന്ന കാര്യം അവിടെ അപ്പോൾ പോലും അംഗീകരിക്കാവുന്നതല്ല. അവിടെ നിന്നാണ് അത് മാറിയിട്ട് മുഴുവനും വന്ദേ മാതരം മുഴുവനും ഇത്തരത്തിൽ ചൊല്ലാനുള്ള നിർദ്ദേശം അത് സർക്കാരിന്റെ ഭാഗത്ത് വരുന്നത് സ്വാഭാവികമായിട്ട് ഇരട്ടത്താപ്പാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ കേരളത്തിന്റെ സർക്കാർ അധികാരത്തിലേറിയിട്ട് വളരെ കുറച്ചു കാലം മാത്രമായിട്ടുള്ളൂ. ഈ സമയത്ത് എന്തുകൊണ്ടാണ് കേരളത്തിൽ UDFന് അധികാരം ജനങ്ങൾ നൽകിയെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തുകൊണ്ട് കേരളത്തിൽ ഈ UDFന് മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തു? അതെന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള ഹിന്ദുത്വ സംഘപരിവാർ ആശയങ്ങളുടെ എതിർപ്പിന്റെ ഭാഗം കൂടിയാണ്. ഒരുപാട് വിഷയങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങളുള്ളതാണ്. LDF സർക്കാർ കേരളത്തിൽ മതേതരത്വം ഭാവിച്ച് നടക്കുമ്പോൾ, മതേതരത്വത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ, അതേസമയം കേന്ദ്ര സർക്കാരിന് വേണ്ടി അവരുടെ ആശയപ്രചാരണത്തിന് വേണ്ടി അവരോട് സംയമന നിലപാടുകൾ എടുത്തുകൊണ്ട് അവരുടെ പല ആശയങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി അവരെ സഹായിച്ചുകൊണ്ട് ഇടപെട്ടു എന്ന ഒരു കാര്യം, ആ ഒരു കാര്യത്തിനെ വളരെ ശക്തമായി മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, ഒരു കാരണവശാലും വർഗീയതയോട് ഞങ്ങൾ രാജിയാവില്ല, ഒരു കാരണവശാലും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും അജണ്ടകൾ അത് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും പിന്തുണ നൽകില്ല
കൂടെ നിൽക്കില്ല എന്ന് കേരളത്തിന് വാഗ്ദാനം നൽകിയതിനു ശേഷമാണ് UDF സർക്കാരിനെ ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ ശ്രീ അബ്ദുൾ സമദ്, ഇവിടെ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ ചില പരിപാടികൾ നോക്കൂ. ഇപ്പോൾ ഹർ ഹർ തിരങ്ക എന്നുള്ള പരിപാടിയുണ്ട്. അത് ഈ ഓഗസ്റ്റ് 9 മുതൽ 17 വരെ. അതുപോലെ തന്നെ ആസാദി കാ അമൃത് മഹോത്സവ് ഉണ്ട്. അതുപോലെയാണ് വന്ദേ മാതരത്തിന്റെ 150ാം വാർഷിക ആഘോഷം. ഇത് മൂന്നും കൂടി ചേർത്താണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഉള്ളത്. ഇത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരിന് തള്ളിക്കളയാൻ പറ്റുമോ ഇല്ലയോ? അതാണല്ലോ ഡിബേറ്റിംഗ് പോയിന്റ്. തീർച്ചയായും ഒരിക്കലും ഒരു സംസ്ഥാനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇതിനേക്കാൾ ശക്തമായ, ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞ പല വിഷയങ്ങളും പല സംസ്ഥാനങ്ങളും പല സാഹചര്യങ്ങളിൽ പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഐഡിയോളജിക്കൽ ഇഷ്യൂസ് പറഞ്ഞുകൊണ്ട് പോലും ഒഴിവാക്കിയതാണ് മാറ്റി നിർത്തിയാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇതുവരെയുള്ള തമിഴ്നാടും ഇതിനു മുമ്പ് മമതയുടെ കാലത്ത് ഈ അവസാനത്തെ ഇലക്ഷൻ നടത്തുന്നതിന് മുമ്പ് വരെയുള്ള ബംഗാളും. ഒരുപാട് വിഷയങ്ങൾ അവർ ശക്തമായിട്ട് നിലപാടെടുത്താണ്. അത്രത്തോളം ഒന്നും ശക്തമായിട്ടുള്ള നിർദ്ദേശമല്ലാതെ വന്നിട്ടുള്ള ഈ വിഷയത്തിൽ അത് വളരെ പറയുമ്പോഴേക്ക് അല്ലെങ്കിൽ നിർദ്ദേശം വരുമ്പോഴേക്ക് അതിന് അംഗീകരിക്കാനും ഓർഡർ ആയിട്ട് താഴേക്ക് പാസ് ചെയ്യാനും ഉള്ള ഒരു ആവേശം അത് ഇവിടെ മാത്രമാണ് കണ്ടത്. അത് നമുക്കറിയാം. ഇപ്പൊ തൊട്ട് മുമ്പുണ്ടായിട്ടുള്ള PMC വിഷയത്തിൽ അവസാനം എന്തുകൊണ്ട് സർക്കാർ ഡിഫൻസിലാവുന്നു? എന്തുകൊണ്ട് രേഖകൾ പുറത്തു വരുന്ന സമയത്ത് അവർക്കിന്ന് പിന്മാറാനുള്ള ക്ലോസ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഡിഫൻസിലാവേണ്ടി വരുന്നു? ആ ക്ലോസിനെ പറ്റി എന്തുകൊണ്ട് മുന്നേ അന്വേഷിക്കാതിരിക്കുന്നു? ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളിൽ അത് കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ സംഘപരിവാര രാഷ്ട്രീയത്തെ അതിനൊന്നും വല്ലാതെ എതിർക്കാതെ മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ ഇതിനുശേഷം ഈ ചീഫ് സെക്രട്ടറിയുടെ ഈ DO, ഇത് ഗവൺമെന്റ് ഓർഡർ അല്ലല്ലോ, DO ആണ്, ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആണ്. DO വന്നതിന് ശേഷം, ചീഫ് സെക്രട്ടറിയുടെ DO പുറത്തു വന്നതിന് ശേഷം മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചു കാണും. വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് രാജ്ഭവന്റെ നിർദ്ദേശമാണ്, അതപ്പോൾ ചീഫ് സെക്രട്ടറിയെ താഴേക്ക് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് അറിഞ്ഞിട്ടില്ല, സർക്കാർ ഇത് അറിഞ്ഞിട്ടില്ല, അന്വേഷിക്കും എന്നുള്ള കാര്യമാണ്. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അല്പസമയം മുമ്പ് പറഞ്ഞത് ഇത് അങ്ങനെ ആലപിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ്. ഇത് വ്യക്തതയുള്ള മറുപടികളാണോ? ഒരിക്കലും വ്യക്തതയുള്ള മറുപടികളല്ല എന്നുള്ളതാണ്. കാരണം വ്യക്തമായ മറുപടികൾ പറയാൻ കാരണം ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങൾ താഴേക്ക് പോകുന്നത് വെറും കേന്ദ്ര സർക്കാരിന്റെ രാജ്ഭവന്റെ നിർദ്ദേശം വരുമ്പോഴേക്ക് അത് അങ്ങനെ സാങ്കേതികമായി ഇവിടെ ആയിട്ടുള്ള ഗവൺമെന്റ് അറിയാതെ ഒരു നിലക്കും അവരുടെ ഒരു അറിവില്ലാതെ അവരുടെ ഒരു നിലക്കുള്ള കൂടിയാലോചന നടത്താതെ രാജ്ഭവൻ നിർദ്ദേശം വരുമ്പോഴേക്ക് അബോധമായി അല്ലെങ്കിൽ ഒരു നിലക്കും ശ്രദ്ധിക്കാതെ താഴത്തേക്ക് വിടുന്ന അതും സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം. ചീഫ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ സെൻസിറ്റീവ് വിഷയങ്ങളെ പറ്റി വ്യക്തമായിട്ട് ധാരണ മനസ്സിലായിരിക്കുമല്ലോ. അപ്പോൾ ആ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം ഇത് മുമ്പ് മതപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത് ആലപിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഇത് ഒരിക്കലും നാഷണൽ ആന്തത്തിന്റെ ഗ്രേഡിലേക്ക് മാറ്റേണ്ടതില്ല. അത്തരത്തിൽ എന്താ പറയാ ഡിസ്ഹോണസ്റ്റുമായി ബന്ധപ്പെട്ട് ശിക്ഷകൾ ഇതിന് കൊടുക്കേണ്ടതില്ല എന്ന് മുമ്പ് വലിയ ചർച്ചകളിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു കാര്യത്തെ ഒരു തരത്തിലുള്ള ശ്രദ്ധയില്ലാതെ അങ്ങ് സ്വാഭാവികമായി അശ്രദ്ധയായി അവെയർ അല്ലാതെ താഴേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും നമുക്ക് സ്വീകരിക്കാം. ഇതാണല്ലോ ഇപ്പോൾ മന്ത്രിമാർ പറഞ്ഞതേ ഉള്ളൂ ഇതിനകത്ത് ഒരു മറുപടിയായിട്ട് വന്നിട്ടുള്ളത്, അറിഞ്ഞില്ല എന്നുള്ള കാര്യം. പിന്നെ രാജ്ഭവന്റെ നിർദ്ദേശമായിരുന്നു, അത് ചീഫ് സെക്രട്ടറി താഴേക്ക് നൽകിയിട്ടുള്ളൂ എന്നേ ഉള്ളൂ. അങ്ങനെ അശ്രദ്ധയോട് ചെയ്ത ഒരു പ്രവൃത്തിയാണോ ഇത്? സംസ്ഥാന സർക്കാർ അറിയാതെ ചെയ്ത പ്രവൃത്തിയാണോ ഇത്? വന്ദേ മാതരം മുഴുവനായി ആലപിക്കണമെന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ ഈ നിർദ്ദേശം നോക്കൂ ശ്രീ മഞ്ജുഷ്, ഇതിനകത്ത് വന്ദേ മാതരം എന്ന് പറയുന്നത് ദേശീയ ഗീതവും വന്ദേ മാതരം എന്ന് പറയുന്ന ദേശീയ ഗാനവും ഒക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വന്ദേ മാതരം ദേശീയ ഗീതം, ജനഗണമന ദേശീയ ഗാനം. അതെ, ജനഗണമന. വന്ദേ മാതരം ദേശീയ ഗീതം ആണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വന്ദേ മാതരത്തെ സംബന്ധിച്ച് നമുക്ക് അതിലെ ആദ്യത്തെ വരികൾ, ആ വരികൾ അതുമായി ബന്ധപ്പെട്ട വരികൾ എപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് അത് അംഗീകരിക്കുകയും അത് കോൺഗ്രസ് വേദികളിൽ പാടുകയും അതുമായി ബന്ധപ്പെട്ട ആദരവ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് പോകുന്ന ഒരു നയമാണ് കോൺഗ്രസ് എക്കാലവും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ അതിന്റെ രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഹൈന്ദവ രീതിയിലേക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ എതിർക്കുന്നത്. കാരണം ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന മഹാരാജ്യമായതുകൊണ്ട് ആ ഒരു സെക്യുലറിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതുമായ രാജ്യമായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പുലർത്തുന്ന രാജ്യമായതുകൊണ്ട് മാത്രമാണ് അതിനെ എതിർക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാത്തതും. കോൺഗ്രസിനെ സംബന്ധിച്ച് ആ ഒരു നയം സ്വീകരിച്ചു പോകുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. ഇവിടെ എന്താണ്, ഇവിടെ ഈ വന്ദേ മാതരം എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൊടുത്ത ലെറ്ററിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു സർക്കാർ ഉത്തരവല്ല എന്നുള്ളത് ആദ്യമായി ഞാൻ തിരുത്തി പറയട്ടെ. കാരണം ഇത് പറയുന്നത് ഹർ ഹർ തിരങ്ക എന്ന് പറയുന്ന അങ്ങനെയുള്ള കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുള്ള പല രീതികളുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും അംഗീകരിച്ചതിനു ശേഷം എല്ലാ ചീഫ് സെക്രട്ടറിമാരും, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് ഈ ലെറ്റർ വരികയാണ്.
അതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി അതിന് തൊട്ട് താഴേക്കുള്ള രീതിയിലേക്ക് ആ ലെറ്റർ കൈമാറുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ലെറ്റർ കൈമാറുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ നമ്മൾ അതിനെപ്പറ്റി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടൊരു നിലപാടെടുക്കാൻ പറ്റുന്നത്. അല്ല, ഇത് ഗവൺമെന്റ് ഓർഡർ അല്ല എന്ന് പറയുമ്പോൾ ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്ന DO ആണ്. ഇത് നിർദ്ദേശം തന്നെയാണ്. ഒരു ഡെമി ഒഫീഷ്യൽ എന്ന് പറയുമ്പോൾ ഔദ്യോഗിക കത്ത് തന്നെയായിട്ടാണ് ഇത് താഴേക്ക് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വന്ദേമാതരം ആലപിക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് ആലപിക്കണം. അതല്ലാതെ ആദ്യ 2 ചരണം പാടി അവസാനിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമ ഭേദഗതി വന്നതോടുകൂടി പാടാൻ ആരും നിർബന്ധിക്കുന്നില്ല. പക്ഷേ ആലപിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ചരണവും ആലപിക്കണം. അല്ലെങ്കിൽ അത് പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഡിസോണറിൻ്റെ പരിധിയിലേക്ക് വരികയാണ്. ദേശീയ ചിഹ്നങ്ങളെ, ദേശീയ പ്രതീകങ്ങളെ അപമാനിച്ചു എന്നുള്ള നിയമ ഭേദഗതിയുടെ പരിധിയിലേക്ക് വരികയും അവിടെ ജയിൽ ശിക്ഷ കിട്ടാവുന്നതാണ്. ക്രിമിനൽ കുറ്റമായിട്ട് അത് കണക്കാക്കപ്പെടുകയും ചെയ്യും. നിയമ ഭേദഗതി വന്നു കഴിഞ്ഞുവല്ലോ. അപ്പോൾ ഇത് നിസ്സാരമായി കാണേണ്ട ഒരു ഉത്തരവല്ല ഇത്. അല്ല, ഇത് ഉത്തരവ് എന്ന് പറയാൻ പറ്റത്തില്ല. നിർദ്ദേശമാണ്. ഇത് പറയുന്നത് പിന്നെ ചീഫ് സെക്രട്ടറിയിലേക്ക് വന്ന ആ ഒരു കത്തിന്റെ ഫലമായിട്ട് അദ്ദേഹം താഴെത്തട്ടിലേക്ക് കൊടുത്ത ഒരു ലെറ്റർ എന്ന രീതിയിൽ മാത്രമേ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് ഇതുവരെയായും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് നിയമവശങ്ങൾ, താങ്കൾ പറഞ്ഞ പോലെയുള്ള നിയമവശങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യകത നിലനിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് പറയുവാനോ അല്ല അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനോ സർക്കാരിന് സാധിക്കത്തുള്ളൂ. ആ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത്. എപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനമായി പോകേണ്ട. അല്ല, അങ്ങനെയാണെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ ഈ DO പുറത്തു വന്ന ഉടനെ തന്നെ ഇത് നിയമസാധുതയുള്ള ഒന്നല്ല, ഈ DO പിൻവലിക്കുന്നു എന്നുള്ള നിലപാടിലേക്ക് സംസ്ഥാന സർക്കാരിന് പോകാമല്ലോ. കാരണം കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത് വന്ദേമാതരം 2 ചരണമേ ആലപിക്കൂ എന്നുള്ളതാണ്. മതനിരപേക്ഷ നിലപാടാണ് അതെന്നാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും വാദം. അപ്പോൾ അതിൽ വെള്ളം ചേർക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും കോൺഗ്രസ് UDF സർക്കാരിന് ചീഫ് സെക്രട്ടറിയുടെ ഈ DOയെ? അത് സർക്കാർ ഇടപെട്ട് അത് റദ്ദാക്കാമല്ലോ. അതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇതിനകത്ത് വെള്ളം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് നോർമൽ പ്രൊസീജിയർ ആണ് ശ്രീ മഞ്ജുഷ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ചീഫ് സെക്രട്ടറിമാരിലേക്ക് എത്തുമ്പോൾ നോർമലായി ആ ഒരു പ്രൊസീജിയർ നടപ്പിലാക്കുക എന്നുള്ള എനിക്കത് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ശ്രീജിത്ത്. അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ ഇതൊരു നോർമൽ പ്രൊസീജിയറിന്റെ ഭാഗമാണ്, സർക്കാരിന് ഇതൊരു ഉത്തരവാദിത്തം ഇല്ല എന്ന്? അങ്ങനെയാണെങ്കിൽ ചീഫ് സെക്രട്ടറി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ താഴെ തട്ടിൽ പാലിക്കുകയേ വേണ്ട എന്നുള്ളതാണല്ലോ. അല്ല, സർക്കാരുമായി അല്ല, ഇപ്പോ വന്ന് ചീഫ് സെക്രട്ടറി അയക്കുന്ന നിർദ്ദേശങ്ങൾ പോലും ഔദ്യോഗികമല്ല എന്ന മട്ടിലേക്കൊക്കെ തന്നെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ ഇതിനെ ന്യായീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ കേരളത്തിലെ VD സതീശൻ സർക്കാർ വന്നിട്ട് ഏതാണ്ട് 3 മാസം സമയമാകുന്നു. ആ 3 മാസത്തിനുള്ളിൽ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് 3 നിലപാടുകളാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാം. ആദ്യം സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. അവിടെ പൂർണ്ണമായിട്ടും അത് വായിക്കുന്നു, അത് ആലപിക്കുകയാണ്, അത് വായിക്കുകയല്ല ആലപിക്കുകയാണ്. അപ്പൊ അതിനുശേഷം അത് വിവാദമാകുന്ന സമയത്ത് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തന്നെ പറഞ്ഞിരുന്നത് എന്താണ്? നിയമപരമായി അത് പാടുന്നത് നിർബന്ധമല്ല, അതൊരു മാർഗനിർദ്ദേശം മാത്രമാണ് കേന്ദ്ര സർക്കാരിന് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സർക്കാർ ആദ്യത്തെ 2 സ്റ്റാൻസ എന്നുള്ള പഴയ നിലപാട് തന്നെ എൻഡോഴ്സ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് പിന്നീട് നമ്മൾ നടപ്പാക്കുന്നത് കണ്ടതെപ്പോഴാണ്? അപ്പൊ 2ാമത്തെ നിലപാടായി. ആ നിലപാട് നമ്മൾ കണ്ടതെപ്പോഴാണ്? ആദ്യം കാണുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ്. അവിടെ പോലീസിന്റെ ബാൻഡ് അത് വായിക്കുന്നു, അവിടെ പാടുകയല്ല വായിക്കുകയാണ് ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം. എന്നിട്ട് അതിനെക്കുറിച്ച് തനിക്ക് വിയോജിപ്പുണ്ട് എന്നും തന്റെ ഓഫീസ് ലോക് ഭവനിൽ നിന്ന് നേരത്തെ തന്നെ ഈ വന്ദേമാതരം പൂർണ്ണമായിട്ട് ആലപിക്കണം എന്നുള്ള നിർദ്ദേശം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പിന്നെ ഇവിടുത്തെ നിയമസഭാ കാര്യം നോക്കുന്ന ആൾക്കാർക്കുമൊക്കെ നൽകിയിരുന്നുവെന്ന് ഗവർണർ ശ്രീ ആർലേക്കർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ആ സമയത്തും മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ആവർത്തിച്ചത് നിയമപരമായിട്ട് ഇത് പാടുന്നത് നിർബന്ധമല്ല, ഡയറക്ഷൻസ് മാത്രമാണുള്ളത്, അതുകൊണ്ട് അത് പാലിക്കേണ്ടതില്ല എന്നുള്ളതാണ്. മാർഗനിർദ്ദേശം മാത്രമാണ്, അത് നിർബന്ധമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം 3ാമത്തെ നിലപാടാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കാരണം ഇത് വീണ്ടും സർക്കാർ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ സെലിബ്രേഷൻസ്, ഒരു പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് കേരളത്തിൽ ഏറ്റവും വ്യാപകമായിട്ട് നടക്കാൻ പോകുന്ന സെലിബ്രേഷൻസ് എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ കീഴിലാണ്. കാരണം അവർക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എത്രത്തോളം പഞ്ചായത്തുകളുണ്ട്, എത്രത്തോളം മുനിസിപ്പാലിറ്റികളുണ്ട്, കോർപ്പറേഷനുകളുണ്ട്, അവിടെ എല്ലാം തന്നെ ജനങ്ങളുടെ ഏറ്റവും വലിയ ശ്രദ്ധ കിട്ടുന്ന രീതിയിലത്തേക്ക് ഈ ആഘോഷ പരിപാടികൾ നടത്താൻ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ കമ്മ്യൂണിക്കേഷൻ പോയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ 3 മാസം ആകുന്നതിന് മുമ്പ്
വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് 3 നിലപാടുകൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇപ്പോൾ ശ്രീ എൻ ഷംസുദ്ദീൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായം ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ചെറിയ കുട്ടികളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളല്ലേ, പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ആളല്ലേ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായം എന്താണ്? ഇത് ഗവർണറുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണെന്ന്. ആ സർക്കുലറിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഇത് ലോക് ഭവനിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് എന്ന്? വളരെ വ്യക്തമായിട്ട് അത് പറയുന്നത് കഴിഞ്ഞ ജൂലൈ മാസം 14-ാം തീയതി കേന്ദ്ര കൾച്ചർ മിനിസ്ട്രി, സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ഡയറക്ഷനാണ്. അതിന്റെ കത്ത് ഉണ്ട്. ആ കത്ത് നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒറിജിനൽ DO നമുക്ക് കിട്ടും. ആ നിർദ്ദേശത്തിനെ തുടർന്നാണ് ചീഫ് സെക്രട്ടറി ഇത് പറയുന്നത്. അതായത് ഏതാണ്ട് 3 ആഴ്ച മുൻപ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് 3 ആഴ്ച, അത് കിട്ടിയിട്ട് 3 ആഴ്ച കഴിയുന്ന സമയത്ത് ചീഫ് സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട് ഒരു DO ഇറക്കുമ്പോൾ അതിനെപ്പറ്റി സർക്കാരിന് അറിയില്ലേ? ചീഫ് സെക്രട്ടറി ഇത് സർക്കാരിനോട് സംസാരിച്ചിട്ടില്ലേ? അത് മാത്രമല്ല, ഇതിനകത്ത് അതിനു മുൻപ് ജനുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയതാണ് വന്ദേമാതരം ആലപിക്കുമ്പോൾ എന്തെല്ലാം പ്രോട്ടോകോളാണ് സ്വീകരിക്കേണ്ടത് എന്ന്. മുഴുവനായിട്ട് ആലപിക്കണം എന്നുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആയിരുന്നു. അപ്പോൾ അതാണ് കേന്ദ്ര നിർദ്ദേശം എന്ന് പറയുന്നത്. ആ കേന്ദ്ര നിർദ്ദേശം പാലിക്കണമെന്ന് ഈ കത്തിൽ, ഈ DOയിൽ കൃത്യമായിട്ട് ചീഫ് സെക്രട്ടറി പറയുന്നുമുണ്ട്. അപ്പോൾ വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കണം എന്നുള്ളൊരു അങ്ങനൊരു വരിയില്ല. പക്ഷേ കേന്ദ്ര നിർദ്ദേശം മുഴുവനായിട്ട് പാലിക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര നിർദ്ദേശം മുഴുവനായിട്ട് പാലിക്കണമെന്ന് പറയുമ്പോൾ വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കണം എന്നുള്ളത് തന്നെയാണ്. മഞ്ജുഷ്, അത് വളരെ കൃത്യമായിട്ട് നോക്കൂ. ആ ആദ്യത്തെ പാരഗ്രാഫിന്റെ അവസാനത്തെ ലൈൻ എന്ന് പറയുന്നത് തന്നെ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ റെസിറ്റേഷൻ ഓഫ് വന്ദേമാതരം വിൽ ബി ഫോളോഡ് ഇൻ ഫുൾ. അതിൽ യാതൊരു വിധത്തിലുള്ള സംശയത്തിനും ഇനി സാധ്യത ബാക്കിയില്ല. കാരണം കേന്ദ്ര സർക്കാർ വന്ദേമാതര ആലാപനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ നൽകിയിരിക്കുന്നത് അത് പൂർണ്ണമായിട്ടും അതേപടി തന്നെ നമ്മൾ അനുവർത്തിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വന്ദേമാതരത്തിന്റെ 6 സ്റ്റാൻസുകളും പൂർണ്ണമായിട്ട് പാടുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു കാര്യം, ഇവിടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പറഞ്ഞിരുന്ന ന്യായത്തിലേക്ക് പോയാലോ? അതായത് നിയമപ്രകാരം എന്തെങ്കിലും തരത്തിലൊരു കാര്യം വന്നിട്ടില്ല, ഇത് മാർഗനിർദ്ദേശം മാത്രമാണ്. ഇപ്പോഴും മാർഗനിർദ്ദേശം മാത്രമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അത് സർക്കാരിന്റെ ആ നയത്തിനനുസരിച്ച് അതിനെ മാറ്റിയില്ല? ഇത് നിയമപ്രകാരം വന്നിട്ടില്ലല്ലോ. ഇപ്പൊ ഈ അയച്ചിരിക്കുന്നത് ഒരു DO ആണ്, അത് നിയമമല്ല. നേരത്തെ ഇടയ്ക്ക് ജൂലൈ 30-ാം തീയതി കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. പക്ഷെ ആ നിയമം കൊണ്ടുവരുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണോ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട്, ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ അവഹേളനമായിട്ട് പരിഗണിക്കപ്പെടുന്നത്, അതിന് എന്തൊക്കെ തരത്തിലുള്ള ശിക്ഷയാണോ കൊടുക്കുന്നത്, അതേ ശിക്ഷ വന്ദേമാതരത്തിനും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വന്ദേമാതരം ആലപിക്കുന്നതിനെ നിർബന്ധിതമാക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സർക്കാരിന് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഈ ഒരു നിർദ്ദേശത്തിനെ മറ്റുള്ള ആൾക്കാർക്ക് ഈ ഒരു ലൈൻ ഇല്ലാതെ കൊടുക്കാമായിരുന്നു. കാരണം ഇത് ഈ കൾച്ചർ മിനിസ്ട്രി കൊണ്ടുവന്നിരിക്കുന്ന സാധനത്തിനെ അതേപടി ഫോർവേഡ് ചെയ്യുകയല്ലോ. ഇതിലെ കുടുംബശ്രീയെ പറ്റി പറയുന്നുണ്ട്, കുടുംബശ്രീ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിവിടെ ഒറിജിനലായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു DO ആണ്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ ഈ പ്രഖ്യാപിതമായ നിലപാടിൽ വെള്ളം ചേർക്കുന്നത്? ഇതിപ്പോൾ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു കേന്ദ്ര നിർദ്ദേശമാണ്, നിയമപരമായി ബാധ്യതയില്ല. പിന്നെ എന്തായിരിക്കും അതിന് പിന്നിലെ ഘടകം? മഞ്ജുഷ്, അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്ത മറ്റെത്രയോ വിഷയങ്ങളിൽ ഈ ചുരുങ്ങിയ 2.5 മാസം 3 മാസത്തിനുള്ളിൽ ഈ സർക്കാർ U-ടേൺ എടുത്തിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു വിഡ്രോവൽ ക്ലോസ്, അത് സംസ്ഥാനത്തിന് പിന്മാറണമെങ്കിൽ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ദേ ക്യാൻ വിഡ്രോ ഫ്രം ദ സ്കീം എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിരിക്കുമ്പോൾ, പാർലമെന്റിൽ പറഞ്ഞിരിക്കുമ്പോൾ നമ്മളിവിടെ പറഞ്ഞ ന്യായം എന്താണ്? പഴയ സർക്കാർ ഒപ്പിട്ടു, അബേയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് അതുമായിട്ട് മുന്നോട്ട് പോകാൻ നിർബന്ധിതമാണ്, അതിന്റെ പൈസയും വാങ്ങി എന്ന് പറഞ്ഞു. പക്ഷെ ആ പൈസ അതുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല. ഇവർക്ക് പിന്മാറാം, കെപ്റ്റിൻ അബയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പയർ ആകും എന്നുള്ള കാര്യം അറിയാം. അപ്പൊ ആ സമയത്തുണ്ടായിരുന്ന നെസസിറ്റി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് കിട്ടുന്നതിന് നമ്മൾ മാറി നിൽക്കേണ്ടതില്ല എന്നുള്ള കാര്യമാണ്. ഫണ്ടിന്റെ പ്രശ്നം പോലും ഇല്ലല്ലോ ശ്രീത് പണിക്കർ. മാത്രമല്ല ഇവിടെ മുസ്ലിം ലീഗിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നുകൂടിയാണ് വന്ദേമാതരം മുഴുവൻ ചരണവും പാടണം എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവ് വരുന്നത്. കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടെടുത്തു. പക്ഷേ കോൺഗ്രസിന് വേണമെങ്കിൽ ആ നിലപാടിൽ നിന്നൊക്കെ മാറാം, കുഴപ്പമില്ല. കോൺഗ്രസ്സുകാർക്ക് അത് പാടുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല മുഴുവനായിട്ട് ആലപിക്കുന്നത്. മുസ്ലിം ലീഗ് എങ്ങനെ ഇതിനെ ന്യായീകരിക്കും? മഞ്ജുഷ്, ഞാൻ മനസ്സിലാക്കുന്നത് നയപരമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയും ഇപ്പോഴത്തെ UDF സർക്കാരിനില്ല. UDF സർക്കാരിന്റെ ആ എന്ന് പറയുന്നത് U-ടേൺ എന്ന രീതിയിലത്തേക്ക് മാറിയിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള വിമർശനത്തിനെ അവർ ഇതിനോടൊന്നും തന്നെ സാധൂകരിക്കുന്നില്ല. ഇപ്പൊ PM ശ്രീ ഒരു വിഷയം മാത്രമാണ്. ഈ പ്രഖ്യാപിത മദ്യനയത്തിനെ മൊത്തം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ലോ ആൽക്കഹോൾ ബിവറേജിനെ വളരെ വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ട് കുറഞ്ഞ ടാക്സ് അതിനെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. UDF ചർച്ച ചെയ്തിരുന്നതല്ല. അപ്പൊ ആരുടെയോ താല്പര്യത്തിനനുസരിച്ച് അതിനെ കൊണ്ടുവന്ന് നമ്മുടെ ബജറ്റിലേക്ക് കുത്തിക്കയറ്റി. അതിനെ വിമർശിച്ചുകൊണ്ട് ആരാ വന്നിരിക്കുന്നത്? നമ്മുടെ വിമർശനമൊക്കെ വിട്ടേക്കൂ. VM സുധീരൻ അടക്കമുള്ള ആൾക്കാർ വന്നു. VM സുധീരൻ വിമർശിച്ചിരിക്കുന്ന മറ്റൊരു കാര്യത്തിലും അതേപോലെ തന്നെ സർക്കാർ U-ടേൺ എടുക്കുന്നത് നമ്മൾ കണ്ടു. ഇവിടെ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടുത്തെ മൈനിങ്,
ആ മൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള കാര്യവും ഉണ്ടാവരുത് എന്ന് VM സുധീരനെ പോലെയുള്ള ആൾക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോടും ചർച്ച ചെയ്യാതെ അത് കൊണ്ടുവന്നിരിക്കുന്നു. ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യം, ടാറ്റയുടെ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം, എത്രയോ കാര്യങ്ങളിൽ യു-ടേൺ എടുത്തു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു സർക്കാർ 3 വർഷത്തിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ യു-ടേൺ 2.5 മാസത്തിനുള്ളിൽ ഇവർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ സർക്കാരിന്റെ പണം കിട്ടുമോ കിട്ടില്ലയോ, നയപരമായിട്ടുള്ള കാര്യമാണോ അല്ലയോ ഇല്ലയോ, ഇത് നാഥനില്ലാത്ത ഭരണമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്ക് തോന്നുന്ന ആൾക്കാർ, അതായത് നയപരമായിട്ട് സർക്കാരിന്റെ ഒരു കാര്യത്തിനും ഒരു ഇതുമില്ല, കേന്ദ്ര സർക്കാരിന്റെയോ ലോക്ഭവന്റെയോ എന്തോ ഒരു നിർദ്ദേശം വന്നു, എന്നാൽ ചീഫ് സെക്രട്ടറി ദാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാർക്കും അയക്കുകയാണ് എന്ന രീതിയിലത്തേക്കാണോ ഭരണം നടക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സർക്കുലർ എങ്കിലോ? താങ്കൾ എന്തായാലും പക്ഷേ ഈ വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കുന്നതിനെ എതിർക്കുന്നില്ലല്ലോ അല്ലെ ശ്രീധന്റെ നിലപാട് അങ്ങനെയല്ലല്ലോ. അല്ലല്ല, ഞാൻ പറയുന്നത് വന്ദേമാതരം എന്ന ഗാനത്തിന്റെ 6 സ്റ്റാൻസയും പാടേണ്ടത് തന്നെയാണ്. അതിൽ ഇവരെടുക്കുന്ന ഇരട്ടത്താപ്പിനെയാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് നിലപാടിൽ കൃത്യത ഉണ്ടാവുക. നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എതിർത്തോ. ഇപ്പൊ LDFന്റെ നിലപാട് എന്താണ്? വന്ദേമാതരത്തിന്റെ 2 സ്റ്റാൻസ മതിയെന്നാണ്. അവരതിൽ വെള്ളം ചേർക്കുന്നില്ല. അപ്പൊ അവരുടെ ആ നിലപാടിനെ ഞാൻ എതിർക്കുമ്പോഴും അവരുടെ നിലപാടിലെ സത്യസന്ധതയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, ലീഗിന്റെ നിലപാട് എന്താണ് നമുക്കറിയില്ല. കാരണം അവർ ഓരോ സമയത്ത് ഓരോന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു 3 മാസത്തിൽ 3 നിലപാട്. രാജ്ഭവൻ എന്നുള്ള വിശദീകരണം തീരെ അബദ്ധമാണ്. എൻ ഷംസുദ്ദീൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ രാജ്ഭവൻ എന്നുള്ള രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം എന്നുള്ള വലിയൊരു അബദ്ധമായി മാറിയിരിക്കുകയാണ്. ശ്രീ അബ്ദുൾ സമദ്, ഇതിപ്പോൾ എന്തായാലും താഴെത്തട്ടിലേക്ക് നിർദ്ദേശം വന്നു കഴിഞ്ഞു. ഓഗസ്റ്റ് 9-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള ആഘോഷങ്ങളിൽ വന്ദേമാതരം ആലപിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഒരു നിലപാട് എങ്ങനെയായിരിക്കും? ഇത് ആലപിക്കുമ്പോൾ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ മുഴുവൻ ചരണവും ആലപിക്കണം, ആലപിക്കുമ്പോൾ തടസ്സപ്പെടുത്തിയാൽ ക്രിമിനൽ കുറ്റമായി മാറുകയും ചെയ്യും. ശ്രീ അബ്ദുൾ സമദ്. അതെ, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് തന്നെ ഇതിൽ പെരുമാറണമെന്ന് പറയുന്ന നിർദ്ദേശം ഉള്ളത് കൊണ്ട് ആ ചട്ടങ്ങളിൽ മുഴുവനായിട്ട് വന്ദേമാതരം ആലപിക്കണം എന്ന കാര്യം അവിടെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ ഞാൻ ആദ്യം കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യത്തിൽ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ, എത്രത്തോളം ലാഘവത്തോടെയാണ് ഒരു നയം അല്ലെങ്കിൽ മുന്നേ പ്രഖ്യാപിച്ചൊരു കാര്യം അത് വയലേറ്റ് ചെയ്തിട്ട് ജനങ്ങളെ വഞ്ചിച്ചിട്ട് നിങ്ങൾ ജനങ്ങളുടെ അടുത്ത് വോട്ട് വാങ്ങിയിട്ടുള്ളത് അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളുടെ പേരിൽ കൂടിയാണ്. ആ വാഗ്ദാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ LDF സർക്കാർ സംഘപരിവാർ അനുകൂലമാകുന്നു, അവരുടെ പല നയങ്ങളും ഇത്തരത്തിൽ ഹിന്ദുത്വ അജണ്ടകൾ ഉണ്ടാകുന്നു, അവർ പല കാര്യങ്ങൾക്കും സംയമനം കാണിക്കുന്നു, കേന്ദ്ര സർക്കാരിനോട് പല വിഷയങ്ങളിലും വളരെ ശക്തമായിട്ട് നോ പറയാൻ മടിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അധികാരത്തിൽ കയറിയിട്ട് നിങ്ങളിപ്പോൾ പറയാണ് അവിടെ ചീഫ് സെക്രട്ടറി അറിയാതെങ്ങ് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ചർച്ച ചെയ്യാതെങ്ങ് താഴത്തേക്ക് ഡിഒ കൊടുത്തു എന്നുള്ളത്. എങ്ങനെയാണ് പ്രയർ പൊളിറ്റിക്കൽ അപ്രൂവൽ ഇല്ലാതെ എങ്ങനെയാണ് ഓർഡർ താഴത്തേക്ക് പോകുന്നത് മനസ്സിലാകുന്നില്ല. അത്രത്തോളം ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് ചീഫ് സെക്രട്ടറി, അല്ലെങ്കിൽ അത്രത്തോളം സെൻസിറ്റീവ് അല്ലാത്ത, കേരളത്തിനെ സംബന്ധിച്ച് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ലാത്ത വിഷയമാണോ എന്ന് ഞാൻ ബാക്കിയാരോട് പറഞ്ഞിട്ട് പറയാം. അത്രത്തോളം കേരളത്തിന്റെ ഒരു പ്ലോട്ടിൽ അത്രത്തോളം പ്രധാനമല്ലാത്ത വിഷയമാണോ വന്ദേഭാരത്തിന്റെ വിഷയം? ഇതെങ്ങനെയാണ് പറയാൻ, ഈ റെസ്പോൺസ് എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാവരും ചൊല്ലേണ്ടി വരും എന്ന് പറയുന്ന കാര്യം അത് പ്രശ്നവൽക്കരിക്കേണ്ടത് തന്നെയാണ്. നേരത്തെ ശിവപണിക്കാരൊക്കെ വളരെ നോർമൽ ഇത് പറഞ്ഞു, അത് കേന്ദ്ര സർക്കാരിന്റെ നയം വളരെ എന്താ പറയാ, അത് ഒരു നിർദ്ദേശം മാത്രമേ ഉള്ളൂ, ആരും നിർബന്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അവിടെ മനസ്സിലാക്കണം. ഇപ്പൊ ലാസ്റ്റ് മഞ്ജു സൂചിപ്പിച്ച കാര്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഥവാ അത് മുഴുവനായിട്ട് ആലപിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, വിട്ടു നിൽക്കും, അല്ലെങ്കിൽ അത് എന്താ പറയാ എതിർക്കുമ്പോൾ ആ എതിർക്കൽ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് വ്യാഖ്യാനിക്കാവുന്ന ഒരു പ്ലോട്ട് ഇവിടെ ഉണ്ടായി വരുന്നു. അഥവാ പ്രിവെൻഷൻ ഓഫ് ഡിസോണസ്റ്റ് എന്ന് പറയുന്ന ലോയുടെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു, വന്ദേമാതരം കയറി വരുന്നു. അഥവാ നാഷണൽ ഫ്ലാഗിന്റെ, നാഷണൽ ആന്തത്തിന്റെ കൂടെ കയറി വരുന്നു. എന്തുകൊണ്ട് ഇതിന്റെ കൂടെ നാഷണൽ സോങ് എന്ന് പറയുന്ന വന്ദേമാതരം കയറി വരുന്നുള്ള പ്രശ്നം നോക്കുമ്പോൾ നാഷണൽ ആന്തം അല്ലെങ്കിൽ നമ്മുടെ ജനഗണന, നമ്മുടെ ദേശീയ ഗാനം, അതേപോലെ തന്നെ നാഷണൽ ഫ്ലാഗ്, ഇതിലൊന്നും ഇല്ലാത്ത സെക്യുലർ അല്ലാത്തൊരു സൈഡ് 6 സ്റ്റാൻഡ്സ് കൂടെ എടുക്കുമ്പോൾ വന്ദേമാതരത്തിന് വരുന്നു എന്നുള്ളതാണ്. അവിടെ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും സിഖ് മതസ്ഥർക്കും ജൈന മതസ്ഥർക്കും ഈ ഇന്ത്യയിലുള്ള മറ്റു പല മതസ്ഥർക്കും അവരുടെ മതവിശ്വാസത്തിലില്ലാത്ത, ഇതിൽ ആരൊക്കെ എതിർക്കുന്നു ആരൊക്കെ എതിർക്കുന്നില്ല എന്നതല്ല പറയുന്നത്. സെക്യുലർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, സെക്യുലർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാഷന് അല്ലെങ്കിൽ സ്റ്റേറ്റിന് മതമില്ല, ജനങ്ങൾക്ക് മതമാവാം, സ്റ്റേറ്റിന് മതമില്ല. സ്റ്റേറ്റ് ഇറ്റ്സെൽഫ് അതിന്റെ ഒരു കാര്യങ്ങളിലും മതം പ്രകടമാകരുത്, മതം പുറത്തേക്ക് വരരുത്, സ്റ്റേറ്റ് ഒരു മതത്തിന്റെ ആളായിട്ട് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അവിടെ ഇങ്ങനെ പറയുന്ന സെക്യുലർ ആയിട്ടുള്ള രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്, ഡിസ്ഹോണസ്റ്റ് പാടില്ലാത്ത വളരെ പ്രീമിയം കാറ്റഗറിയിലുള്ള സ്വാതന്ത്ര്യ സമരകാലത്ത് എല്ലാവരും ആലപിച്ചിരുന്നതാണ്, മുഴുവൻ ചരണവും ആലപിച്ചിരുന്നതാണ്. ശ്രീ അബ്ദുൾ സമദ്, അന്ന് ഈ മതനിരപേക്ഷതയുടെ കാര്യമൊന്നും ആർക്കും ഓർമ്മയില്ലായിരുന്നു എന്നാണോ? എല്ലാവരും ഒരേ സ്വരത്തിൽ ആലപിച്ചിരുന്നതാണ് വന്ദേമാതരം, പിന്നീടാണ് അതിൽ വെള്ളം ചേർത്തത്. ഞാനും ചോദിക്കട്ടെ, ഇത് ആരൊക്കെ ആലപിക്കുന്നു, ആരൊക്കെ സ്വീകരിക്കുന്നു, ആരൊക്കെ എടുത്തിരിക്കുന്നു, ഇതിനൊക്കെയുള്ള പ്രസക്തിക്കപ്പുറം എന്താണ് ഇത് എന്നുള്ളതിനാണ് പ്രസക്തി.
ഇതിപ്പോ ഓക്കെ, ഇന്ത്യയിൽ ഒരുപാട് ജനങ്ങൾ അംഗീകരിക്കുന്നു. ഒരു 100 ആളുകൾ വരുന്ന ഒരു മതസ്ഥർക്ക് ഇതിൽ വിയോജിപ്പുണ്ടെങ്കിൽ ആ മതസ്ഥരുടെ വിയോജിപ്പ് റെലവന്റ് ആകുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ മനോഹാരിത. അവിടെ അത് മാത്രമല്ല വരുന്നതാണ് ഹൈന്ദവ ദൈവങ്ങൾ, അല്ലെങ്കിൽ ലക്ഷ്മി, സരസ്വതി, ദുർഗ, ഈ ദൈവങ്ങളോടുള്ള ആരാധന, അല്ലെങ്കിൽ ദൈവങ്ങളിലേക്കുള്ള സമർപ്പണം, ദൈവങ്ങളിലെ ആ ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മതപരമായിട്ടുള്ള കണക്ഷൻ വരുന്ന വന്ദേ മാതരം എങ്ങനെയാണ് ഇന്ത്യയിൽ, അഥവാ 40, 50, 60 കോടി ഹൈന്ദവരല്ലാത്ത ജനങ്ങളുള്ള ഇന്ത്യയിൽ എല്ലാ ആളുകളും ചൊല്ലുന്നത് നോർമലാണ് നിങ്ങൾ എങ്ങനെ പക്ഷെ ആ ചരണത്തിന്റെ അവസാനം അമ്മയെ ഞാൻ വണങ്ങുന്നു എന്നാണ് കേട്ടോ, ഭാരതമാതാവിനെ വണങ്ങുന്നു എന്നാണ്. അല്ല, എങ്ങനെയാണ് സരസ്വതി വരുന്നത്, ലക്ഷ്മി വരുന്നത്, ദുർഗ വരുന്നത്? അതെങ്ങനെയാണ് വരുന്നത് വന്ദേ ഭാരതത്തിൽ? അത് ജനഗണനയിൽ ഇല്ലാത്ത, നാഷണൽ ആന്തത്തിൽ ഇല്ലാത്ത കാര്യമാണ്, നാഷണൽ ഫ്ലാഗിൽ ഇല്ലാത്ത കാര്യമാണ്. അത് ഡിസോണസ്റ്റ് ലോന്റെ അണ്ടറിൽ വരുന്ന സുപ്രീം കാറ്റഗറിയിൽ, പ്രീമിയം കാറ്റഗറിയിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ കൺസിഡർ ചെയ്യുന്ന വളരെ ഗൗരവമായിട്ട് പരിഗണിക്കുന്ന ഒരു വിഷയത്തിൽ സെക്യുലർ അല്ലാത്തൊരു കാര്യം, സെക്യുലർ അല്ലാത്തൊരു ഒരു നാഷണൽ സോങ് എന്നുള്ള ഒരു ടൈറ്റിലിൽ ഒരു കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും എതിർക്കപ്പെടാണ്. ഇന്ത്യയുടെ സെക്യുലറിസം ഇല്ലാതാക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാരിന് അത് ബുദ്ധിമുട്ടില്ല കേട്ടോ. സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാരിന് ഇപ്പോൾ അത് ബുദ്ധിമുട്ടില്ല, ആ ബുദ്ധിമുട്ട് മാറുകയാണ്. ശരി, ശ്രീജിത്ത് അതിനുള്ള മറുപടി. ശ്രീജിത്ത്, ബുദ്ധിമുട്ടുള്ളതാണ് അവരുടെ നയത്തിൽ. ഞാനതിന് മറുപടി പറയാം. ഒന്ന്, അദ്ദേഹം ഈ സുഹൃത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ശ്രീ അബ്ദുൾ സമദ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നിയമപരമായി തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. ഈ വർഷം തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ സുപ്രീം കോടതിയെ ആൾക്കാർ സമീപിച്ചിരുന്നു. അതേപോലെ തന്നെ സമാനമായ കേസുകൾ ഇന്ത്യയിലുള്ള വിവിധ ഹൈക്കോടതികളിൽ ചെന്നിരുന്നു. അവർ പറഞ്ഞിരുന്നത് ഈ അബ്ദുൾ സമദ് ഇപ്പോൾ റേസ് ചെയ്തിരിക്കുന്ന അതേ കൺസേൺ ആണ്. അതായത് വന്ദേ മാതരം ആലപിക്കാനായിട്ട് സ്കൂളുകളിലും മറ്റും ഓഫീസുകളിൽ ആലപിക്കാനായിട്ട് ഈ സർക്കുലർ പറയുമ്പോൾ ഞങ്ങളിൽ പല ആൾക്കാർക്കും മതപരമായ കാരണങ്ങളാൽ അത് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നിർബന്ധിതമാക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഞങ്ങളെ സിംഗിൾ ഔട്ട് ചെയ്ത ആൾക്കാർ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമുണ്ടാകും. ഒരു സെക്യുലർ സമൂഹത്തിൽ ഇത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ചെന്നപ്പോൾ ഇന്ത്യയിലെ വിവിധ ഹൈക്കോടതികളും സുപ്രീം കോടതി അടക്കം അത് തീർപ്പാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ശ്രീ അബ്ദുൾ സമദ് ഒന്ന് പരിശോധിക്കണം. പറഞ്ഞിരിക്കുന്നത് വന്ദേ മാതരം പാടുന്നത് സ്കൂളിലോ ഓഫീസിലോ ഒരു സ്ഥലത്തും നിർബന്ധിതമാക്കിയിട്ടില്ല എന്നാണ്. കോടതി പ്രത്യേകമായിട്ട് കോൾ ഔട്ട് ചെയ്തതിൽ പറഞ്ഞു മേ സിംഗ് എന്നാണ്. അതായത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പാടാമെന്നാണ്. നിയമപ്രകാരം ഒരു ഓർഡർ കൊടുക്കുന്ന സമയത്ത്, വിധി കൊടുക്കുന്ന സമയത്ത് ഷാൽ സിംഗ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് മാൻഡേറ്ററി ആവുന്നുള്ളൂ. ഇനി അടുത്തത്, മാൻഡേറ്ററി എന്നൊരു പദം പോലും ഇപ്പൊ ബംഗാൾ സർക്കാരൊക്കെ ഉപയോഗിച്ചിരുന്നു. മാൻഡേറ്ററി എന്നൊരു പദം പോലും ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും നിയമപ്രകാരം അതിന് നിലനിൽപ്പില്ല അൺലെസ് പീനൽ പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞിരിക്കുന്ന 1971 ആക്ടിനെ ഇപ്പോൾ അമെൻഡ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ഓണേഴ്സിനെ നമ്മൾ ആരെയും അപമാനിക്കാൻ പാടില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷാ നടപടി എന്തിനു വേണ്ടിയിട്ടാണ്? വന്ദേ മാതരത്തിന്റെ അല്ലെങ്കിൽ ജനഗണമനയുടെ ആലാപനത്തിനെ ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് സൈലന്റ് ആയിട്ട് നിന്നാൽ അത് തടസ്സപ്പെടുത്തുകയല്ല, പാടണമെന്ന് നിർബന്ധമില്ല. കോടതി അവിടെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇത് കൊണ്ടുവന്നിരിക്കുന്ന വളരെ പ്രിമച്വർ ആയിട്ടുള്ള ഒരു പെറ്റീഷനാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് സർക്കാരിനെതിരെ, ഇപ്പൊ ബംഗാൾ സർക്കാരിനെതിരെ കൽക്കട്ട ഹൈക്കോടതിയിൽ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ വന്നിരിക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പീനൽ പ്രൊവിഷൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞത്. പണ്ട് യഹോവ സാക്ഷി കേസ് പിന്നെ ഓർമ്മയില്ലേ, അജയ് മാനുവൽ കേസ്, മഞ്ജുഷിന് ഓർമ്മയുണ്ടാവുമല്ലോ. ആ യഹോവ സാക്ഷി കേസിൽ എന്തായിരുന്നു? ദേശീയ ഗാനം പാടുന്ന സമയത്ത് കുട്ടികൾക്ക് മിണ്ടാതെ ഇരിക്കാനുള്ള, അത് എണീറ്റ് നിന്ന് ആ പാട്ടിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് എന്നാൽ അത് ആലപിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് കോടതി പറഞ്ഞു. എന്തുകൊണ്ട് ആ കോടതി ആ കാര്യത്തിൽ ഇടപെട്ട് സംസാരിച്ചതെന്ന് ശ്രീ അബ്ദുൾ സമദ് പരിശോധിക്കണം. കാരണം ആ കുട്ടികൾ അത് പാടുന്നില്ല എന്നതിന്റെ പേരിൽ അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതായത് അവർക്കെതിരെ ആക്ഷൻ എടുത്തു, പീനൽ പ്രൊവിഷൻ അവിടെ നടപ്പാക്കി. അങ്ങനെ പീനൽ പ്രൊവിഷൻ ഇല്ലാത്തിടത്തോളം കാലം ഇത് നിർബന്ധിതമല്ല, നിങ്ങൾ വേണമെങ്കിൽ പാടിയാൽ മതി, നിങ്ങളെ സിംഗിൾ ആയിട്ട് കോൾ ഔട്ട് ചെയ്യുന്നു എന്ന രീതിയിലേക്കുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് കോടതി പറഞ്ഞു. ശരി, ഇപ്പോൾ നിങ്ങൾക്കുള്ള ആശങ്ക എന്ന് പറയുന്നത് നിങ്ങളെ ഈ ദേശസ്നേഹമില്ലാത്തവരായിട്ട് കാണും, അവിടെ വെറുതെ നിൽക്കുകയാണെങ്കിൽ, ആലപിച്ചില്ലെങ്കിൽ, ആ ഒരു ആശങ്കയാണോ ഉള്ളത്? ദേശസ്നേഹം ഇല്ലാത്തവരായി കാണുമെന്ന് മാത്രമല്ല, അവിടെ പുതിയൊരു ഡിവിഷൻ വരുന്നതാണ്. അഥവാ ഡിവിസീവ് പൊളിറ്റിക്സ്, സംഘപരിവാറിന്റെ ഡിവിസീവ് പൊളിറ്റിക്സിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് ഈ നീക്കം പറയുന്നത്. കാരണം സമൂഹത്തിൽ ചില ആളുകൾ പ്രശ്നക്കാരാണ്, ചില വിഷയങ്ങളിൽ രാജ്യ താല്പര്യത്തോട് ചേരാത്ത ആളുകളാണ്, ചില ആളുകൾ ദേശസ്നേഹം കുറച്ചെങ്കിലും ഇല്ലാത്ത ആളുകളാണ് എന്ന് പറയുന്നതിലേക്ക് മാറ്റാൻ പുതിയൊരു ഡെഫിനിഷൻ, പുതിയൊരു കോളം അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് ഇതിവിടെ പറയുന്നത്. ഇപ്പൊ ശ്രീജിത്ത് പണിക്കർ വിശദമായിട്ട് ഇതിനെപ്പറ്റി സൂചിപ്പിച്ചു. എത്തരത്തിലാണ് ഇത് നമ്മൾ ആലപിക്കേണ്ടത്, നിർബന്ധം ചെലുത്തുന്നില്ല. ഇത് ആക്ച്വലി എന്താ അറിയോ, ഇത് എല്ലാ ആളുകളും ഇതിന്റെ പദവിയെ കൂടുതലായിട്ട് കൂട്ടിയായിട്ട് മനസ്സിലാക്കണം, ഇതിനൊരിക്കലും അവഗണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഡിസോണസ് ഒരിക്കലും പാടില്ല എന്നെല്ലാമുള്ള ആ ഒരു നിർദ്ദേശം കൊടുത്തതിനു ശേഷം ഇനി നിങ്ങൾക്ക് ചൊല്ലണമെങ്കിൽ നിങ്ങൾ ചൊല്ലിയാൽ മതി എന്ന് പറയുന്നത് അത് ഏത് തരത്തിലുള്ള നിർദ്ദേശമാണ് മനസ്സിലാകുന്നില്ല.
ഇത് 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 അല്ല എവിടേക്ക് ദേശീയ ഗാനത്തിനും അങ്ങനെ ഇത് തന്നെയാണ് സുഹൃത്തെ. ജനഗണമന ആലപിക്കുമ്പോഴും അങ്ങനെയാണ് കേട്ടോ. ചില ആളുകൾക്ക് ഇത് ചൊല്ലാൻ പ്രയാസമുണ്ടെന്ന് മനസ്സിലായിരിക്കെ. നേരത്തെ പറഞ്ഞ സെക്യുലർ സ്റ്റേറ്റിൽ ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിൽ ഇത് പ്രയാസം ഉണ്ടാക്കുമെന്ന് വ്യക്തമായ ബോധ്യം ഉണ്ടായിരിക്കെ. അത് മുന്നേ ചർച്ച ചെയ്ത് പാർലമെന്ററി ചർച്ചയ്ക്ക് ശേഷം അത് ഈ സുപ്രീം കാറ്റഗറിയിൽ താഴത്തേക്ക് ഇറക്കിയതിനു ശേഷം വീണ്ടും അത് കൊണ്ടുവന്നിട്ട് പറയാണ് നിങ്ങൾക്ക് ചൊല്ലണ്ടെങ്കിൽ ചൊല്ലണ്ടെന്ന് പറയാണ്. അവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം എന്ത് പുതിയ സാഹചര്യമാണ്, എന്ത് ന്യൂ സിറ്റുവേഷൻ ആണ് ഈ വന്ദേ മാതരത്തിന് സ്പെഷ്യൽ ആയിട്ട് ഒരു പൊസിഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ വന്ദേ മാതരത്തിന് സ്പെഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുക്കാൻ എന്ത് പുതിയ സാഹചര്യമാണ്? 150ാം വാർഷികാഘോഷം, 150ാം വാർഷികാഘോഷവും വന്ദേ മാതരം എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ആകുന്നത്? അവിടെ ഏതെങ്കിലും പോളിസി ഡിസിഷൻ അല്ലേ? ഏതെങ്കിലും ഒരു പോളിസി ഡിസിഷൻ സർക്കാരിന് ഏത് സമയത്ത് വേണമെങ്കിലും കൊണ്ടുവരാമല്ലോ. ഒരു മതസ്ഥർക്ക് പ്രയാസമുള്ള സെക്യുലർ സ്റ്റേറ്റിൽ ഒരു 150ാം വാർഷികം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാം. അവിടെ ക്ലിയർ അല്ല. അതിനിപ്പോ പിന്നെ കൽക്കട്ട ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഹർജിക്കാരോട് ചോദിച്ചത് മദ്രസയിൽ വന്ദേമാതരം പാടിയാല് ഭൂമി ആകാശം ഒഴിഞ്ഞു വീഴുമോന്നാണ് ചോദിച്ചത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളല്ല ചോദിച്ചത്. കൽക്കട്ട ഹൈക്കോടതിയിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് മദ്രസകളിൽ ഉൾപ്പെടെ ഇത് പാടണമെന്നുള്ള സുവേന്ദു അധികാരി സർക്കാരിന്റെ ഈ ജഡ്ജ്മെന്റിനെതിരെ ആൾക്കാർ വന്നപ്പോൾ ചോദിച്ചത് മദ്രസകളിൽ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ പാടിയാൽ ഈ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നാണ് ചോദിച്ചത്. അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമല്ല. ആ ചോദ്യത്തിന്റെ കാരണം ശ്രീ അബ്ദുൾ സമദ് മനസ്സിലാക്കേണ്ടത് ഒഫീഷ്യലായിട്ട് കോൺഗ്രസ് ആദ്യമായിട്ട് ഈ ഗാനം പാടുന്ന 1896-ലാണ്. അല്ല, ഞാനത് പറയുകയാണ്. താങ്കളത് കേൾക്കുന്നെങ്കിൽ അല്ലല്ല താങ്കളത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് വിശദീകരണം കേൾക്കില്ല. താങ്കൾ ഇത് മതപരമായിട്ടുള്ള ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാനുള്ള ഒരൊറ്റ കാര്യം, 1980-കൾക്ക് മുമ്പ് എഴുതപ്പെട്ട എന്നാൽ 1982-ൽ പ്രസിദ്ധീകരിച്ച് വലിയ പോപ്പുലർ ആയിരിക്കുന്ന വന്ദേമാതരം ഇന്ത്യയിലെ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഒരേ രീതിയിൽ പ്രചോദിപ്പിച്ച ഒരു ഗാനം 1896-ൽ ഔദ്യോഗികമായി കോൺഗ്രസ് ഒരു സമ്മേളനത്തിൽ, അതും രവീന്ദ്രനാഥ് ടാഗോർ തന്നെ പാടി അവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു ഗാനം പിന്നീട് എങ്ങനെയാണ് 30-40 വർഷം ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് പാടുന്നതിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നത്? എന്തുകൊണ്ടാണ്? അന്നത്തെ മുസ്ലിങ്ങൾക്ക് മതം അറിയില്ലായിരുന്നോ? അന്ന് മത പണ്ഡിതരുണ്ടായിരുന്നില്ലേ? റാഫി അഹമ്മദ് കിദ്വായിയെ പോലെ നെഹ്റുവിന്റെ മിനിസ്ട്രിയിൽ മന്ത്രിയായിരുന്ന മുസ്ലിം മതപണ്ഡിതൻ കൂടിയായിരുന്ന ആള് വന്ദേമാതരത്തിന്റെ ഏറ്റവും വലിയ പ്രൊപ്പോണന്റ് ആയിരുന്നു. ഇത് ഉത്തരം കേൾക്കുന്ന സമയത്ത് ഇടപെടല്ലേ സുഹൃത്തെ? മറുപടി കേൾക്കുന്ന സമയത്ത് ഇടപെടല്ലേ? മൗലാന അബുൽ കലാം ആസാദ് ഉത്തരം പറയുന്ന സമയത്ത് ഇടപെടല്ലേ? മൗലാന അബുൽ കലാം ആസാദ് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന സമയത്ത് ഇന്ത്യയിൽ വ്യാപകമായിട്ട് കോൺഗ്രസ് സെഷനുകളിൽ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ പാടണമെന്നുള്ള നിയമം കൊണ്ടുവന്ന അദ്ദേഹമല്ലേ? അപ്പൊ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹം മതപണ്ഡിതനല്ല എന്ന് താങ്കൾ പറയില്ലല്ലോ. വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിനെ വിശദീകരിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ബീഹാർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഡോക്ടർ സയ്യദ് മെഹ്മൂദ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? വന്ദേമാതരം പാടണം എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ എത്രയോ ആൾക്കാർ സുഹൃത്തെ, അവർക്കാർക്കും ഇല്ലാതിരുന്ന പ്രശ്നം 1937-ൽ ഇന്ത്യ വിഭജന അജണ്ടയുമായി വന്നപ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേരാൻ താല്പര്യമില്ലാതിരുന്ന അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, അതിന്റെ ഭാഗമായിട്ട് ജിന്ന അവരൊരു കുത്തിത്തിരിപ്പ് കൊണ്ടുവന്നു. അവരെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് നടത്തിയിരുന്ന വിട്ടുവീഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ പാട്ട് പാടി 40 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 2 സ്റ്റാൻസയായിട്ട് പരിമിതപ്പെടുത്താം എന്ന് തീരുമാനിക്കുന്നത്. 40 വർഷം ഇത് പാടിയിരുന്ന മുസ്ലിങ്ങൾക്ക് പ്രശ്നമല്ലേ? ബരിസാളിൽ ഈ പാട്ട് നിരോധിച്ചതിന് ശേഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു ചേർന്ന് തോളോട് തോൾ ചേർന്നിട്ടാണ് ബംഗാൾ വിഭജനത്തിനെതിരെ 1905-ൽ ബരിസാളിൽ വന്ദേമാതരം പാടുന്നത്. എല്ലാ ആൾക്കാരെയും അറസ്റ്റ് ചെയ്തു. വന്ദേമാതരം പാടിയിരുന്ന ഹിന്ദു കുട്ടികളെയും മുസ്ലിം കുട്ടികളെയും സ്കൂളുകളിൽ നിന്ന് പുറത്താക്കി. 5 രൂപ വീതം അന്നത്തെ കാലത്ത് ഫൈൻ അടിച്ചു. സ്കൂളുകളുടെ എല്ലാ അപ്രൂവൽ മാറ്റി. ഞാൻ പറഞ്ഞത് ഇതിനെ എതിർത്തിരുന്ന 2 പേരേ ഉള്ളൂ ചരിത്രപരമായിട്ട്. ഒന്ന് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ രണ്ടാമത് എതിർത്തിരുന്നത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗാണ്. മറ്റ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്കൊന്നും അതിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ പിന്നെ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ 40 വർഷം ഇത് പാടിക്കൊണ്ടിരുന്ന സമയത്തും അതിൽ ദുർഗയും പിന്നെ ഭഗവതിയും ഒക്കെ ഉണ്ടെന്നേ ഇവർ കേൾക്കുന്നു എന്ന് പറയുക എന്നതിനപ്പുറം ഞാൻ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച വന്ദേമാതരം എന്ന് പറയുന്ന ആ ഗാനത്തിന്റെ അല്ലല്ല എന്റെ ചോദ്യം ഇതാണ്. അല്ലല്ല താങ്കൾ ചോദിച്ചു. ഒരു സെക്കൻഡ് അബ്ദുൾ സമദ്, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എന്റെ സമയം കൂടെ ഞാൻ താങ്കൾക്ക് തരാം. ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ സമയം കൂടി ഞാൻ താങ്കൾക്ക് തരാം. താങ്കൾ ഇവിടെ ഒരു കാര്യം ചോദിച്ചു. ഇപ്പോൾ വന്ദേമാതരം സ്വീകരിക്കാൻ എന്താണ് കാരണമെന്ന് താങ്കൾ ചോദിച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വന്ദേമാതരം 40 വർഷം ഒരു കുഴപ്പമില്ലാതെ പാടിയിട്ട് അപ്പോ വന്ദേമാതരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണമെന്ന് അന്ന് കുറെ ആൾക്കാർ ചിന്തിച്ചു. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. താങ്കളുടെ അതേ ആർഗ്യുമെന്റ് ആണ്.
അല്ല, അവിടെ ക്ലിയർ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇതൊരു ഒരു തരത്തിലുള്ള ഷിഫ്റ്റിംഗ് ആണ്. അഥവാ ഇത് വന്ദേ മാതരത്തിൽ ആശയപരമായിട്ട് പ്രശ്നം എന്ന് പറയുമ്പോൾ, അത് ഇന്ത്യയുടെ സെക്യുലർ തകർക്കും എന്ന് പറയുമ്പോൾ, അതിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്ന് പറയുമ്പോൾ സെക്യുലർ കൺസേൺസ് മനസ്സിലാക്കിക്കൊണ്ട് പാർലമെന്റിൽ അത് മാറ്റിവെച്ചതാണെന്ന് ബോധ്യപ്പെട്ടിരിക്കെ അതിനെ പുതിയതായിട്ട് ഈ കൺസേൺസ് ഒക്കെ ഒഴിവാക്കി സെക്യുലർ ആണ് ഇപ്പോഴും ഇന്ത്യ, സെക്യുലർ കൺസേൺസ് ഇപ്പോഴും ഇന്ത്യക്കുണ്ട്, വന്ദേ മാതരത്തിന്റെ കണ്ടന്റുകൾ ഇപ്പോഴും മാറ്റില്ല, കംപ്ലീറ്റ് സമ്മതിക്കണം. നിങ്ങൾ സമയത്ത് ആ തരത്തിൽ ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെ അതെന്തുകൊണ്ട് പുതിയതായിട്ട് അതെല്ലാം അഥവാ എന്ത് കാരണത്താലാണോ വന്ദേ മാതരത്തെ മാറ്റിവെച്ചത് അതേ കാരണങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കെ തന്നെ എന്തുകൊണ്ട് വന്ദേ മാതരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ചോദിക്കുമ്പോൾ അതിന് ഡിവിസ്റ്റീവ് പൊളിറ്റിക്സ് അതിന്റെ ബാക്കിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ കാരണത്തെ താങ്കൾ എതിർക്കാൻ വേണ്ടി പറയുന്നതാണ് മുമ്പ് നമ്മൾ ചൊല്ലിയിരുന്നു 40 വർഷം, ഒരു ദിവസമല്ല, 40 വർഷം. അത് ഉറപ്പിലാണ്. അവിടെ മനസ്സിലാക്കേണ്ട കാരണം ഏതെങ്കിലും കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ചൊല്ലിയിരുന്ന അർത്ഥം എല്ലാ മുസ്ലിങ്ങളും ചൊല്ലിയിരുന്നതല്ല. അതെന്താ മുസ്ലിം മതം മാറിയിട്ടുണ്ടോ? അതെന്താ മുസ്ലിം മതം ഖുർആൻ ഇടയ്ക്ക് പരിഷ്കരിച്ചോ? ഖുർആനും ഹദീസും ഇടയ്ക്ക് പരിഷ്കരിച്ചോ? അബ്ദുസമദ്, ഖുർആനും ഹദീസും ഇടയ്ക്ക് പരിഷ്കരിച്ചോ? അന്നുണ്ടായിരുന്നതിൽ നിന്ന് ഖുർആനിലോ ഹദീസിലോ പിന്നീട് എന്ത് മാറ്റം ഉണ്ടായത്? ഒരു മാറ്റവും ഇല്ല. അന്നും ഖുർആനും ഹദീസും അതിൽ പറയുന്ന കാര്യങ്ങളും ഒന്ന് തന്നെയാണ്, മാറ്റമൊന്നും വന്നിട്ടില്ല. എന്ത് മാറ്റത്തിന്റെ പേരിലാണ് പിന്നീടുള്ള മുസ്ലിങ്ങൾ തീരുമാനിച്ചത് ഇത് പിന്നെ സെക്യുലർ അല്ല? മതപരമായിട്ടുള്ള ചർച്ചാ വിഷയങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലും മതപരമായിട്ടുള്ള ചർച്ചാ വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധകളും അശ്രദ്ധമായിട്ടുണ്ടാവും. അത് മാത്രമല്ല, അശ്രദ്ധയോ? മൗലാന അബുൽ കലാം ആസാദ് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാം പണ്ഡിതൻ കൂടിയായിരുന്നു. മൗലാന ആസാദ് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാം പണ്ഡിതൻ കൂടിയായിരുന്നു. റാഫി അഹമ്മദ് കിദ്വായി അതായിരുന്നു. പണ്ഡിതരുടെയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്ട് പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ ഈ വന്ദേ മാതരത്തിന് ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. 40 വർഷം എന്തായിരുന്നു തന്നെ ചോദ്യം? അതിന് മറുപടി പറയും. മാതരം സെക്യുലർ ആണ്, വന്ദേ മാതരം സെക്യുലർ ആണെന്ന് അഭിപ്രായം കിട്ടുന്നു. 100%. ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയുടെ ഒരു സെക്കൻഡ് ഇന്ത്യയുടെ ആർമി സെക്യുലർ ആണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അല്ലല്ല, ഒരു സെക്കൻഡ്. അബ്ദുസമദ് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ അവസരം തരണം. അബ്ദുസമദ് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ അവസരം തരണം. ഇന്ത്യയുടെ ആർമി സെക്യുലർ ആണ് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഇന്ത്യയുടെ ആർമി സെക്യുലർ ആണോ? ആണോ? ഉണ്ട്. അല്ല, എന്താണ് സെക്യുലർ ആണോ അല്ലേ? സെക്യുലർ ആണ്. അപ്പൊ പിന്നെ ജയ് ബജ്രംഗ് ബലിക്ക് ജയ് എന്ന് പറഞ്ഞിട്ട് രാജ്പുത്താന റെജിമെന്റ് അല്ലെ രാജാ രാമചന്ദ്രക്ക് ജയ് എന്നാണല്ലോ പറഞ്ഞേക്കൂ. രാജാ രാമചന്ദ്രക്ക് ജയ് എന്ന് രാജ്പുത്താന റൈഫിൾസ് പാടുന്ന സമയത്ത് എങ്ങനെ സെക്യുലർ ആവുന്നത്? പ്രശ്നവൽക്കരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒന്നുമില്ല. അപ്പൊ പിന്നെ സെക്യുലർ അല്ലെന്ന് താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ? അപ്പൊ പിന്നെ ഉരുളരുത്. കൺസിസ്റ്റന്റ് നിലപാട് പറയും. ഒറ്റ കൺസിസ്റ്റന്റ്. അപ്പൊ സിഖ് റെജിമെന്റ് എന്താ സാറേ? കേക്ക് സിഖ് റെജിമെന്റ് എന്ന് പറയുന്നത് സിഖ് റെജിമെന്റ് സെക്യുലർ ആണോ? സിഖ് റെജിമെന്റ് എന്ന് പറയുന്നത് സെക്യുലർ ആണോ? ഒരു മതത്തിന്റെ പേരിലുള്ള ഒരു ചോദ്യം കേൾക്കുന്നേ, താങ്കൾ പറയാതിരെ. സിഖ് റെജിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതത്തിന്റെ പേരിലുള്ള റെജിമെന്റ് സെക്യുലർ ആകുന്നത് എങ്ങനെ? രാജ്പുത്താന റൈഫിൾസ് എന്ന പേരിലേക്ക് ജാട്ട് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ പേരിൽ വന്നത് എങ്ങനെയാ സാറേ സെക്യുലർ ആകുന്നതെന്ന് പറയൂ, ഒന്ന് പറയൂ. അതെങ്ങനെയാ താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്ന സെക്യുലറിസം? നിങ്ങൾ ഇതിന്റെ പേരിൽ ഇതുവരെ പ്രശ്നം ഉണ്ടാക്കി? അല്ല, ഞാൻ ചോദിക്കുകയാണ്. മദ്രാസ് റെജിമെന്റ് എന്ന് പറഞ്ഞ പോലെ റീജിയണൽ അല്ല ഞാൻ പറഞ്ഞത്. മതത്തിന്റെയും ജാതിയുടെയും പേരിലുള്ള റെജിമെന്റുകളെ താങ്കൾ സെക്യുലർ ആയിട്ട് തന്നെ പരിഗണിക്കുകയും എന്നാൽ വന്ദേ മാതരത്തിൽ വന്നിരിക്കുന്ന കാര്യം പറ്റില്ല. അതെന്താ? ഒരു സെക്കൻഡ്. കുമാവൂൺ റെജിമെന്റ് ഉണ്ട്, ജയ് മഹാകാളി എന്നവർ പറയും. ജയ് മഹാകാളി പറയും. അതപ്പോ എങ്ങനെയാണ് പിന്നെ സെക്യുലർ ആവുന്ന താങ്കൾ പരിഗണിക്കുന്നത്? അപ്പൊ പ്രശ്നമില്ല. അതായത് നമ്മുടെ സെക്യുലർ എന്ന് താങ്കൾ പറയുന്ന സേനയുടെ ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്ന വാർ ക്രൈ എന്ന് റെജിനിലേക്ക് പോകണം. ഇതിനെല്ലാം മറുപടി കോൺഗ്രസും ഇനി പറയേണ്ട ഉത്തരവാദിത്തത്തിലേക്ക് വന്നിരിക്കുകയാണ്. കോൺഗ്രസ് രക്ഷപ്പെട്ടു. സെക്യുലറിന്റെ അകത്തിൽ അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് സെക്യുലറിലെ വാർ ക്രൈ താങ്കൾ എതിർക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന് മറുപടി പറയണേ. ഇതുവരെ പറഞ്ഞല്ലോ സെക്യുലർ കമ്മ്യൂണിറ്റികളിൽ സെക്യുലർ സിസ്റ്റത്തിനിടയിൽ ഏതെങ്കിലും മതത്തിന് സ്പെഷ്യൽ സ്പേസ് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും ആ സെക്യുലർ തകർക്കുന്നില്ല. ഒരു മതത്തിന്റെ പേരിൽ എന്തെങ്കിലും കാര്യം നിലനിൽക്കുന്നു എന്നുള്ളത് കേൾക്കൂ. ഒരു മതത്തിന്റെ പേരിലോ ഭാഗമായിട്ടോ എന്തെങ്കിലും കാര്യം നിലനിൽക്കുന്നു എന്നുള്ളത് സെക്യുലറിസത്തിന് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ തകർക്കുന്നില്ല. എവിടെയാണ് തകർക്കുന്നത്? അവിടെ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങളിൽ, ഔദ്യോഗികമായിട്ടുള്ള സ്റ്റേറ്റിന്റെ സംവിധാനങ്ങളിൽ, അവിടെ സ്റ്റേറ്റിന്റെ സംവിധാനങ്ങൾ ജനറൽ ആയിട്ട് എല്ലാവർക്കും മുകളിൽ മതം ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് അടിച്ചേൽക്കുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും പോകുന്ന ഉദ്ദേശമായിട്ട് ഏതെങ്കിലും സ്പെഷ്യൽ മതത്തിന്റെ കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവിടെ സെക്യുലറിസം തകരപ്പെടുന്നു. ഇനി ഇന്ത്യയുടെ പല ഏരിയകളിലും നമുക്ക് ഉണ്ടാവും. ജയ് ബജ്രംഗ് ബലി, ആവോ മഹാകാളി, രാജാ രാമചന്ദ്ര കി ജയ്, സ്വാമിയെ ശരണമയ്യപ്പ, ഈ വാർക്രൈ ഒക്കെ ഒരു മതത്തിന്റെ അല്ലേ?
പൂർണ്ണമായിട്ട് സെക്യുലർ ആക്കാൻ, തിരിച്ചു കൊണ്ടുവരാൻ, പൂർണ്ണമായിട്ട് സിസ്റ്റത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ മതപരമായിട്ടുള്ള എലമെന്റ് സ്റ്റേറ്റിന്റെ സംവിധാനങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് പ്രശ്നം. താങ്കൾ പറഞ്ഞേ. പക്ഷേ ഇന്ത്യയിലെ സുപ്രീം കോടതി അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. സുപ്രീം കോടതി ഇതിൽ പങ്കെടുക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്ന ഇതര മതസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയെ പുറത്താക്കി, കോർട്ട് മാർഷൽ ചെയ്ത് ആർമി പുറത്താക്കിയതിനോടൊപ്പം നിന്നു. കാരണം പറഞ്ഞെന്താ, നിങ്ങളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് അല്ല, നിങ്ങളുടെ മതം എന്തായാലും, നിങ്ങളുടെ മതം നിങ്ങളോട് എന്താണ് പറയുന്നത് എങ്കിലും നിങ്ങൾ ആർമിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മതത്തിന്റെ കാര്യങ്ങളെ നിങ്ങൾ അത് ഫോളോ ചെയ്തേ പറ്റുകയുള്ളൂ. അത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന തമിഴ്നാട്ടിൽ നിന്നോ മറ്റോ ഉള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ കോർട്ട് മാർഷൽ ചെയ്ത് പുറത്താക്കിയപ്പോൾ സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി ഓടിച്ചു. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ കരുതുന്ന രീതിയിലത്തേക്കല്ല സെക്യുലറിസം പ്രവർത്തിക്കുന്നത്, നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടേതല്ലാത്ത മതത്തിന്റെ വിഷയത്തിലും ആരെയും നിർബന്ധിക്കുന്നില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. ശ്രീ റജിൻ ഉണ്ണിത്താൻ, കോൺഗ്രസ് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇവർ തമ്മിലുള്ള തർക്കത്തിൽ. പക്ഷെ ഇവിടെ ഈ പറയുന്ന ചീഫ് സെക്രട്ടറിയുടെ മുകളിൽ ഈ പാപഭാരം വെച്ചുകൊണ്ട് കൈ കഴുകാൻ പറ്റില്ല കേട്ടോ. അതാണ് ന്യായമെങ്കിൽ അതൊരു ന്യായമേ അല്ല. ഇല്ല ശ്രീ മഞ്ജുഷ്, ഇതിനകത്ത് ചീഫ് സെക്രട്ടറിയുടെ മുകളിൽ വെക്കുന്നത് അല്ല ഇതിന്റെ പ്രധാന പ്രശ്നം. നിങ്ങൾ തന്നെ ശ്രീ പണിക്കരും ഇതിനു മുമ്പ് സംസാരിച്ച ആളും ഒഴുക്കമട്ടിൽ പറഞ്ഞു പോകുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന രീതിയുണ്ട്. പക്ഷേ അങ്ങനെയല്ലല്ലോ. ഇന്ത്യ ഗവൺമെന്റിന്റെ സാംസ്കാരിക മന്ത്രാലയം 2026 സാംസ്കാരിക മന്ത്രാലയം എന്ന് ഞാൻ അടിവരേറ്റ് പറയാം, 2026 ജൂൺ 14 അയച്ച കത്ത് പ്രകാരമാണല്ലോ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഹർ ഘർ തിരങ്കയും അതുപോലെ തന്നെ ഈ പറയുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് അത് 2022 ആരംഭിച്ചതാണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആഗസ്റ്റ് 9 തൊട്ട് 17 വരെ നടക്കുന്ന പരിപാടികളിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ പറയുന്ന രീതിയിലേക്ക് താഴെത്തട്ടിലേക്ക് കത്ത് കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. താങ്കൾ കോട്ട് ചെയ്തിരിക്കുന്ന ആ കത്ത് 2022 ഇപ്പോൾ ഈ ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് 2020. നോക്കൂ, അതിന്റെ ഫയൽ നമ്പർ നോക്കിയാൽ അറിയാം. 2022 അല്ല, ഒരു സെക്കൻഡ്. അതിലെ പ്രാധാന്യം ഈ 2022 വന്ദേ മാതരം കോണ്ടെക്സ്റ്റിലേ ഇല്ല. അതായത് ഈ പറഞ്ഞിരിക്കുന്ന വന്ദേ മാതരം പാടണം എന്ന് പറയുന്ന സാധനം ഇതില് ഇൻസേർട്ട് ചെയ്തിട്ടില്ല. അല്ല സാർ, ജൂലൈ 14 2026 കത്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഡേറ്റ് അതാണ് ഞാൻ പറഞ്ഞത്. അതിന് നോക്കൂ, നമ്പർ 42-22-119-2022 AKAM പാർട്ട് 2. ആ പറയുന്നത് 2022 സർക്കുലർ ആണ്. അതിൽ വന്ദേ മാതരത്തിനെ പറ്റി മെൻഷൻ ഇല്ല. അല്ല, അത് ആസാദി കാ അമൃത് മഹോത്സവം അല്ലേ? ആ സമയത്ത് ആസാദി കാ അമൃത് മഹോത്സവത്തിലും അതില്ല. അതിനുശേഷമാണ് ഇത് വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കത്താണ് പറഞ്ഞിരിക്കുന്നത്. അത് 2026 ജൂലൈ 14 ഈ കത്ത് അയച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് താഴെ. അല്ലല്ല, നോക്കൂ, 2026 ആ കത്ത് 2022 സർക്കുലർ ആണ് പറയുന്നത് രജൻ. അതായത് നോക്കൂ, അത് നോക്കൂ, 2026 ജൂലൈ 14 കത്തിൽ 2022 സർക്കുലർ പറയുന്നു അതിൽ വന്ദേ മാതരം ഇല്ലെന്നേ. അതിൽ വന്ദേ മാതരം ഇല്ല. അല്ലേ, ഇപ്പം ചീഫ് സെക്രട്ടറി ഈ സാംസ്കാരിക മന്ത്രാലയം 2026 ജൂലൈ 14 അയച്ച കത്ത് പ്രകാരമാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതിൽ വന്ദേ മാതരം ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ആ സർക്കുലർ ഞങ്ങൾക്ക് 14 ജൂലൈ 2026 അയച്ചു തന്നു എന്നാണ് അതിൽ പറയുന്നത്. ആ സർക്കുലർ എന്റെ കൈവശമുണ്ട്. അത് ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. അല്ല, ക്ഷമിക്കണം, ഹർ ഘർ തിരങ്കയുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ വന്ദേ മാതരം ഇല്ല. പിന്നെ വേറെ എവിടെ നിന്നാണ് ഈ വന്ദേ മാതരം വന്നതെന്നുള്ളത് പറയണം. അങ്ങനെയല്ല, ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ കാര്യമാണ്. അത് മാത്രം അല്ല, ഈ വന്ദേ മാതരം ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തത് വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള ആഘോഷം ഇതുമായിട്ട് ചേർക്കുവാൻ, ഈ രണ്ട് പരിപാടികളുമായിട്ട് ചേർക്കുവാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. അത് പ്രകാരമാണ്. മഞ്ജുഷ പറഞ്ഞാണ് ശരി. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി സർക്കാരുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പറയുന്ന ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്നുള്ളതിന്റെ പൂർണ്ണമായ രീതിയിലുള്ള കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അതിനകത്ത് എങ്ങും പറഞ്ഞിട്ടില്ല വന്ദേ മാതരം ഈ പറയുന്ന 2 ചാൻസിൽ കൂടുതൽ പാടണം എന്ന് ഇതുവരെയും സർക്കാർ. അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ട് കേട്ടോ ശ്രീത്ത്. അങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പൊതുഭരണ വകുപ്പിന്റെ. അതിൽ ഈ വന്ദേ മാതരത്തിനെ പറ്റി പറഞ്ഞിട്ടുമില്ല. അതിലില്ല. പക്ഷെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഡയറക്ട്ലി കൊടുത്തിരിക്കുന്നതിൽ അതുകൊണ്ട് തന്നെ. അല്ലല്ല, സർക്കാരുമായി ബന്ധപ്പെട്ട ഉത്തരവ് വന്നിട്ടുണ്ട് സാർ. ചീഫ് സെക്രട്ടറി പറയുന്നതിൽ കാര്യമല്ലേ? ചീഫ് സെക്രട്ടറി പോലൊക്കെ എഴുതി അങ്ങ് വിടും. അത് ഇഗ്നോർ ചെയ്യാവുന്നതാണോ? ചീഫ് സെക്രട്ടറിക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല. ചീഫ് സെക്രട്ടറി എന്ത് വേണേ എഴുതി വിടും. അത് നമുക്ക് പ്രശ്നമല്ലെന്നാണ്. ചീഫ് സെക്രട്ടറി ആരാണ്? സംസ്ഥാനത്തെ ബിസിനസ് നടത്തുന്നതിന്റെ 1ാം നമ്പർ ആളാണ് ചീഫ് സെക്രട്ടറി. അതേ ഒരു പോസ്റ്റ് ഓഫീസ് അല്ല.
അദ്ദേഹം ഒരു പോസ്റ്റ് ഓഫീസ് അല്ല. അല്ലല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ. ഈ പറയുന്ന അമൃത ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു സർക്കുലർ കത്തതിന്റെ അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ കള്ളത്തരം പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ്. എൻ ഷംസുദ്ദീൻ പറയുന്നത് രാജ്ഭവന്റെ നിർദ്ദേശമാണെന്നാണ്. ചീഫ് സെക്രട്ടറി ഈ ഡിഒയിൽ ഒരിടത്തും രാജ്ഭവന്റെ നിർദ്ദേശമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അല്ല, രാജ്ഭവന്റെ നിർദ്ദേശം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആഗസ്റ്റ് 9-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെ നടക്കുന്ന ഇതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നും വരുന്ന കത്തിന്റെ ഭാഗമായിട്ടാണ് ചീഫ് സെക്രട്ടറി താഴെത്തട്ടിലേക്ക്, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് അയക്കുന്നത്. അതൊരിക്കലും സർക്കാരിന്റെ ഉത്തരവായി വ്യാഖ്യാനിക്കുന്നത് തന്നെയാണ് ശരികേട്. അത് സർക്കാരിന്റെ ഉത്തരവ് അല്ല. ഇത് പിന്നെ ആരുടെയാണ്? കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഒരു കത്തയച്ചാൽ അത് നമ്മൾ ആരുടെ നിർദ്ദേശമായിട്ട് കണക്കാക്കണം? കേന്ദ്ര സർക്കാർ ഒരു കത്തയക്കുകയാണ് ചീഫ് സെക്രട്ടറി. അത് എല്ലാ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ കത്ത് പോയിട്ടുണ്ട്. അത് ആരുടേതായിട്ട് പരിഗണിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചീഫ് സെക്രട്ടറി തദ്ദേശ ഭരണ സെക്രട്ടറിക്ക് ഒരു കത്തയച്ചാൽ ആ കത്ത് ആരുടേതായിട്ട് നമ്മൾ പരിഗണിക്കണം? അല്ല, ആരുടേതാ? പിന്നെ ആരുടെയാ? അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യമാണ്. അബ്ദുസമദ്, എന്താണ് താങ്കൾ പറയുന്നത്? റജിന്റെ ന്യായം ഇതാണ്. ഇതിനപ്പുറം ഒരു ന്യായം എന്തായാലും കോൺഗ്രസിൽ നിന്ന് കിട്ടുകയില്ല. പ്രതിരോധത്തിലാണ്. താല്പര്യമാണോ അത്? സ്വന്തം താല്പര്യം, സ്വന്തം കമ്മ്യൂണിക്കേഷൻ ആണോ അത്? ഈ കമ്മ്യൂണിക്കേഷൻ പോയിരിക്കുന്നത് കേരളത്തിന്റെ ആന ചിഹ്നത്തിലാണല്ലോ. പിന്നല്ലോ, ഇത് സംസ്ഥാന സർക്കാരിന്റെ കമ്മ്യൂണിക്കേഷനാണ്. സംസ്ഥാന സർക്കാരിന്റെ കമ്മ്യൂണിക്കേഷനാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. കേരള സർക്കാർ തിരുവനന്തപുരം 1 സംസ്ഥാന സർക്കാർ അല്ല, ഇത് ഇവിടെ ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചതാണ്. അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അതേപടി ഫോർവേഡ് ചെയ്തതല്ല. സുഹൃത്തെ രജൻ, ഇത് കേന്ദ്ര സർക്കാരിന്റെ കമ്മ്യൂണിക്കേഷൻ ഫോർവേഡ് ചെയ്യുകയല്ല. ഇത് പ്രത്യേകമായിട്ട് കുടുംബശ്രീ എന്ത് ചെയ്യണമെന്നുള്ള വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ് ലെവൽ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ്. സമയമുണ്ടല്ലോ, സംസാരിക്കാമല്ലോ. ഞാൻ സംസാരിക്കാനില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. താങ്കൾ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ സംസാരിക്കാമല്ലോ. അല്ല, താങ്കൾ പറയുന്നത് ഇതേ ഉള്ളൂ, ചീഫ് സെക്രട്ടറി കൊടുത്ത ഒരു നിർദ്ദേശമാണ്, അതിൽ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ല. ഇതാണല്ലോ റജിൻ താങ്കൾ പറയുന്നത്. അല്ല, സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ അത് ശരികേടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഉത്തരവാണെന്നല്ലോ, ഡിഒ ആണല്ലോ. ഡിഒ എന്നുള്ളത് വന്ദേ ഭാരതവുമായി ബന്ധപ്പെട്ട് അല്ലല്ല, ഒരു ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഈസ് നോട്ട് ഓൾവേസ് എ ഗവൺമെന്റ് ഓർഡർ. ഉത്തരവ് വന്നിട്ടില്ല. സർക്കാർ ബിസിനസ് ആണ്. എന്താണ് സാർ ശ്രീ രജൻ, റൂൾസ് ഓഫ് ബിസിനസ് എന്താണെന്ന് താങ്കൾ ഒന്ന് മനസ്സിലാക്കണം. റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓർഡർ വഴി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സാധനമല്ല. ചീഫ് സെക്രട്ടറി ഒരു ഡിപ്പാർട്ട്മെന്റിന് നിർദ്ദേശം കൊടുക്കുന്നത് ഗവൺമെന്റ് ഓർഡർ വഴി അല്ല രജൻ. അങ്ങനെ പറയരുതേ. ശ്രീജിത്ത് പണിക്കർ മനസ്സിലാക്കൂ. താങ്കൾ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ താങ്കൾ മനസ്സിലാക്കൂ. ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ കാര്യങ്ങൾ അറിയാതാണ് സംസാരിക്കുന്നത്. എന്ത് കാര്യങ്ങൾ അറിയാതെ? എന്ത് കാര്യം? നിങ്ങൾ പറഞ്ഞത് എന്താണ് ശ്രീ രജിത്? നിങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ പറഞ്ഞത് ചീഫ് സെക്രട്ടറി ഗവൺമെന്റ് ഓർഡർ വഴി അയക്കണമെന്നാണ് പറയുന്നത്. ഇത് ഗവൺമെന്റ് ഓർഡർ അല്ലാന്ന്. ഗവൺമെന്റ് ഓർഡർ വേണ്ടെന്നേ. ചീഫ് സെക്രട്ടറി ഒരു വകുപ്പിന് നിർദ്ദേശം അയക്കുന്നത് ഗവൺമെന്റ് ഓർഡർ വഴി അല്ല സുഹൃത്തെ. കോൺഗ്രസിന് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും നിൽക്കുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട ആഗസ്റ്റ് 15-ാം തീയതി പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ശ്രീ പണിക്കർ, താങ്കൾക്ക് ഞാൻ അയച്ചു തരാം. അല്ല, അതൊക്കെ എന്തെങ്കിലും ഉണ്ട്. അതെങ്കിലും നിങ്ങളുടേതാണെന്ന് പറഞ്ഞല്ലോ, സന്തോഷം. അതെങ്കിലും നിങ്ങളുടേതാണെന്ന് സമ്മതിച്ചല്ലോ. അല്ല, അതെങ്കിലും നിങ്ങളുടേതാണെന്ന് സമ്മതിച്ചാൽ എനിക്ക് സന്തോഷം. വിശ്വനാഥ് സിൻഹ എനിക്ക് അറിയത്തില്ല, വിശ്വനാഥ് സിൻഹ എന്നുള്ള പേര് പോലും ഞാൻ കേട്ടിട്ടില്ല എന്നുവരെ താങ്കൾ പറയുമോന്ന് എനിക്ക് തോന്നി. എന്നുവരെ എനിക്ക് രജൻ, പ്രിയപ്പെട്ട രജൻ, താങ്കളുടെ സർക്കാരിന്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് നടക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രവൃത്തികൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് താങ്കൾ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ചീഫ് സെക്രട്ടറിയെ കേന്ദ്ര സർക്കാരാണ് വെച്ചിരിക്കുന്നത് എന്ന് താങ്കൾ പറഞ്ഞല്ലോ, അത്രമാത്രം. ശരി, ഇനി അതൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ചോദിക്കട്ടെ ഒരു സെക്കൻഡ്. മഞ്ജുഷ, എന്റെ ഒരു ന്യായമായ സംശയം അത് ചോദിക്കാൻ എന്നെ അനുവദിക്കണം. മഞ്ജുഷ, വളരെ ന്യായമായിട്ടുള്ള ഒരു സംശയം. റജിൻ പറഞ്ഞത് നമ്മളെല്ലാരും കേട്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഒരു സർക്കാരിൽ ചീഫ് സെക്രട്ടറി ഒരു വകുപ്പിന് നിർദ്ദേശം അയക്കുന്നത് ഗവൺമെന്റ് ഓർഡർ വഴിയാണോ? എന്റെ ചോദ്യമാണ്. ഒരു സർക്കാരിൽ ചീഫ് സെക്രട്ടറി ഒരു വകുപ്പിന് നിർദ്ദേശം അയക്കുന്നത് ഗവൺമെന്റ് ഓർഡർ വഴി ആയിരിക്കണം എന്നാണ് ശ്രീ രജിൻ പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെയല്ല സുഹൃത്തെ. ഇവിടെ റൂൾസ് ഓഫ് ബിസിനസ് നടത്തുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായ ചട്ടങ്ങളുണ്ട്. ചീഫ് സെക്രട്ടറി ഒരു വകുപ്പിന് നിർദ്ദേശം കൈമാറുന്നതിന് ഇത്തരത്തിലുള്ള ഡിഒ മതിയാകും. അത് സർക്കാരിന്റെ തീരുമാനമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വിശ്വനാഥ് സിൻഹ, ഒരു സെക്കൻഡ്, ഇനി പറയല്ലേ, ഇനി വേണ്ടല്ലേ, ഞാൻ പറയട്ടെ.
വിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറി കേരള സർക്കാർ തിരുവനന്തപുരം 1 എന്ന് പറഞ്ഞിട്ട് ഒരു DO അയച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇതാണ് സർക്കാർ നിങ്ങളോട് പറയുന്നത്. അല്ല വിശ്വനാഥ് സിൻഹയുടെ താല്പര്യത്തിൽ ഇത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യൂ എന്ന് പറയുന്നത് എന്താ വെള്ളരിക്കപ്പെട്ടു? ശ്രീ അബ്ദുൽ സമദ്, ഇവിടെ ചീഫ് സെക്രട്ടറിയെ സർക്കാരിന് തിരുത്താമല്ലോ. അങ്ങനെ ഒരു തിരുത്തൽ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്? എന്തായാലും ഇത് വിവാദമായ ഈ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെയും അതുപോലെ തന്നെ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ പ്രതികരണം കേട്ടപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. അത്തരമൊരു തിരുത്തലിലേക്ക് UDF സർക്കാർ തിരിഞ്ഞിട്ടില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റൊരുപാട് മേഖലകൾ ഉണ്ടായതുപോലെ തന്നെ ബാക്ക് ഫയർ ആയിട്ട് മാറുന്നുള്ള ഒരു സംശയമില്ല. അതിപ്പോ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒക്കെ രമേശ് ചെന്നിത്തലിന്റെ ഒക്കെ പ്രസ്താവനകൾ ക്ലിയർ ആണ്. അവർ ആക്ച്വലി ഇതിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയാതെ പ്രതികരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അവിടെ മന്ത്രി പറഞ്ഞ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞു നേരത്തെ റെജിൻ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിനിധി. എങ്ങനെ മന്ത്രി പറഞ്ഞ എങ്ങനെ അവിടെ നിൽക്കാൻ പറ്റുക? അതെങ്ങനെ അവിടെ നിൽക്കുക? കാരണം കേരളത്തിന്റെ ജനങ്ങൾക്ക് ഒരു വാഗ്ദാനം കൊടുത്ത് നിങ്ങൾ അധികാരത്തിൽ കയറിയിട്ട് നിങ്ങൾ മന്ത്രിയാക്കിയിട്ട് അവർക്ക് കൊടുത്ത വാഗ്ദാനത്തിന് നേരെ അബ്ദുസമദ് മന്ത്രി മാത്രമല്ല ചീഫ് സെക്രട്ടറി അവിടെ നിൽക്കട്ടെ. മന്ത്രി അവിടെ നിൽക്കട്ടെ, ചീഫ് സെക്രട്ടറി അവിടെ നിൽക്കട്ടെ അല്ലേ? കേരളത്തിലെ അധികാരപ്പെട്ട ഗവൺമെന്റ് ആരോടും വാക്ക് തെറ്റിച്ചപ്പോഴല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നയങ്ങളുണ്ടല്ലോ. ആ നയങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ മതേതരത്വവുമായി ബന്ധപ്പെട്ട നയങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. സർക്കാരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞത് കലക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നത്. അറിയാമല്ലോ അബ്ദുൾ സാഹിബ്, ഈ പറയുന്നത് 2018 പറയട്ടെ. നിങ്ങളെ സർക്കാർ നയം ഉണ്ടായതെന്ന് ആരും പറഞ്ഞില്ല. വ്യക്തമായ നയങ്ങളുണ്ടായിരുന്നു. ആ നയങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവിടെ ജനങ്ങൾ നിങ്ങൾ അധികാരത്തിലേക്കിയത്. ഒരു ചെറിയ പ്രശ്നമുള്ളൂ, ആ നയങ്ങൾ ഒരു 5 മാസം പോലും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നതാണ്. നിങ്ങൾ കൊടുത്ത അവിടെ ക്ലിയർ ആണ്. ഓക്കെ, ഈ വിഷയത്തിൽ PMCന്റെ വിഷയത്തിൽ 19 ചാനൽ ചർച്ചകൾ എടുക്കുക. ന്യൂസ് 18 അടക്കമുള്ള പല ചാനലുകളും PMCന്റെ വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടാവും. എത്രത്തോളം മുരുണ്ട് കളിച്ചു. അറബിക്കടലിലേക്ക് എറിയുമെന്നുള്ള വാഗ്ദാനത്തിനാണ് നിങ്ങൾ അധികാരത്തിൽ. എന്നിട്ട് PMC ഇപ്പൊ എവിടെ ഉള്ളത്? PMC പിന്നിലേക്ക് തിരിച്ചു പോരാൻ പറ്റില്ല. LDF സർക്കാർ ഒപ്പിട്ട് പോയത് കൊണ്ട് ഞങ്ങൾ പെട്ടുപോയതാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ കളവ് പറഞ്ഞു. ശേഷം പുറത്തേക്ക് വന്നു, അവിടെ വിത്ഡ്രോ ചെയ്യാനുള്ള ക്ലോസ് ഉണ്ടെന്ന് പുറത്തേക്ക് വന്നു. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് മന്ത്രി. റജിൻ വെറുതെ അവതരിച്ചാണല്ലേ? ഇത് PMCയിലൊക്കെ ഇരട്ടത്താപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏറെ ചർച്ച ചെയ്തതാണ്. കോൺഗ്രസിന്റെ ജബി മേത്തറാണ് ചോദ്യം ചോദിച്ചത്. ആ വിഷയം ഇനി ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പ്രതിരോധത്തിലാവും. ഒരു സെക്കൻഡ്. കോൺഗ്രസിന്റെ ജബി മേത്തർ ചോദ്യം ചോദിച്ചു, CPMന്റെ ജോൺ ബ്രിട്ടാസ് ചോദ്യം ചോദിച്ചു. കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത് PMCയിൽ നിന്ന് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം എനി സ്റ്റേറ്റ് ക്യാൻ വിഡ്രോ ഫ്രം ദ സ്കീം. അതാ പറഞ്ഞത്. എന്നാൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഒരു MOU എക്സിക്യൂട്ട് ചെയ്യണമെന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? അല്ലെ റജിൻ, ഒരു MOU എഗ്രിമെന്റ് രണ്ടാന്നറിയാമല്ലോ. ധാരണാപത്രം നിർബന്ധിതമായി എക്സിക്യൂട്ട് ചെയ്തിരിക്കണം എന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി പവർ. അത് മാത്രമല്ല, ശ്രീത് പണിക്കർ അന്ന് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഇവരുടെ നിലപാട് എന്തായിരുന്നു? MOU ഒപ്പിട്ടിട്ടുള്ളൂ, അതിൽ നിന്ന് ഏത് സമയവും പിന്മാറാമല്ലോ എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. എഗ്രിമെന്റും MOUയും രണ്ടാണ്. എഗ്രിമെന്റും MOUയും രണ്ടാണ്. MOU അത് LDF ചെയ്തതാ. ശരി, അവരതിൽ നിന്ന് പിന്മാറുന്നു. അത് വേറെ വിഷയമല്ലേ? അല്ല, അതൊക്കെ വേറെ വിഷയമല്ലേ? അതൊക്കെ വേറെ വിഷയമല്ലേ? എല്ലാവരും സംസാരിച്ച് കേൾക്കില്ല, അതുകൊണ്ടാണ് നയങ്ങൾ അതുപോലെ എക്സിക്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ PMCയിലേക്ക് ചർച്ച പോകേണ്ട. വന്ദേമാതരം വിഷയത്തിൽ കൃത്യമായി ഇരട്ടത്താപ്പാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ അത് അപ്പാടെ വിഴുങ്ങുന്നതായി ഇപ്പോൾ ഈ ചീഫ് സെക്രട്ടറിയുടെ DO. ആ പ്രസ്ഥാനം നിൽക്കുന്നത് മതേതരത്വ മൂല്യങ്ങൾ ആങ്കറെ പോലെ ശ്രദ്ധിക്കുന്നില്ലല്ലോ റജിൻ. അതായത് റജിനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, കാരണം നമ്മളെതിരായിട്ട് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ റജിന് ഇത് മറുപടിയില്ല, അതുകൊണ്ടാണ്. ശരി, അബ്ദുൽ സമദ്. PMCന്റെ വിഷയത്തിലാണെങ്കിലും അതേപോലെ തന്നെ വന്ദേമാതരത്തിന്റെ വിഷയത്തിലാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങളിൽ വളരെ ശുദ്ധ മനസ്കരാണ് അവർ ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡിവിഷൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല, ശ്രമിക്കുന്നില്ല. ഒരു സംസ്ഥാനങ്ങളെയും അവരുടെ ആശയങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്ന വാദം ആർക്കുമില്ല. കൃത്യമായി നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് അത്തരത്തിലുള്ള
തരത്തിലുള്ള താങ്കൾക്കില്ല എന്നുള്ള താങ്കൾക്കുണ്ടാവുന്ന അറിയാം. പൊതുവെ UDF വോട്ട് ചെയ്ത് ചില ആൾക്കാർ വെച്ചാൽ ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിച്ചാല് ഈ തരത്തിലുള്ള അജണ്ടകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ ഓക്കെ ഞങ്ങൾ അത് സ്വീകരിക്കാം, ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. അങ്ങനൊന്നും കേന്ദ്ര റജിൻ ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഈ PM അബ്ദുൽ സമദ് ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഒന്ന് പറഞ്ഞോട്ടെ, ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ റജിനോട്, ഒരൊറ്റ കാര്യം മാത്രം. അതായത് ഈ PM ശ്രീ വിഷയം വന്നപ്പോ നമ്മൾ അതിൽ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അന്ന് ലീഗിന്റെ സുഹൃത്തുക്കൾ ചർച്ചയിൽ വന്നിട്ട് അതിനെ വളരെ വ്യാപകമായിട്ട് എതിർത്തു. എന്നാൽ ഇപ്പോ ചർച്ചകളിൽ വന്നു കഴിഞ്ഞാൽ എന്നെക്കാൾ കൂടുതൽ പലപ്പോഴും ന്യായീകരിക്കുന്ന ലീഗിന്റെ ആൾക്കാർ എന്താ സംഭവിച്ചേ? നേരത്തെ അബ്ദുൽ സമദ് 5 മാസത്തിൽ U-turn എടുക്കുന്നു പറഞ്ഞാൽ 5 ഇല്ല, അതിന്റെ പകുതിയേ ഉള്ളൂ, 2.5 മാസം. ബന്ധപ്പെട്ട് കോൺഗ്രസിനും UDF-നും ഒരു നിലപാടാണ്. ആ നിലപാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമായി പക്ഷെ പ്രവൃത്തിയിൽ വരുന്നില്ല ശ്രീ റജിൻ. അതുപോലെ തന്നെ ഒന്നായിപ്പോയി വന്ദേമാതരം വിഷയത്തിലും. എന്തായാലും വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കണം എന്നുള്ള കേന്ദ്ര നിർദ്ദേശത്തിന് വഴങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ആ DO പിൻവലിക്കുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാം. മന്ത്രിമാരുടെ ഈ പ്രതികരണങ്ങളൊക്കെ കേട്ടു നോക്കുമ്പോൾ ഈ DO പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരും. പക്ഷെ അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, തെറ്റ് മനസ്സിലാക്കി തിരുത്തിയാലും നിങ്ങൾ U-turn അടിക്കുകയാണെന്ന് പറയരുത് എന്ന്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ചീഫ് സെക്രട്ടറിക്കെതിരെ ആക്ഷൻ എടുക്കണ്ടേ? ശരിയാണ്. സർക്കാരിന്റെ നയത്തിനെ കൺസൾട്ട് ചെയ്യാതെ കത്തയച്ചതിന് ചീഫ് സെക്രട്ടറിക്കെതിരെ ആക്ഷൻ എടുക്കണ്ടേ? ആ പ്രോഗ്രാമിന്റെ പേരും കാരണങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അതെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഉണ്ടല്ലോ. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞത്? ഹർഘർ തിരങ്ക എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും നമ്മൾ ഇന്ത്യയുടെ പതാക വെക്കുന്നു, അതിൽ ആർക്കും എതിർപ്പില്ലല്ലോ. ഉണ്ടോ? ആസാദിക്ക അമൃത് മഹോത്സവ് 75ാം വാർഷികം മുതൽ നമ്മൾ ഒരു വർഷത്തേക്ക് ആഘോഷിക്കുന്നു, അതിൽ ആർക്കും എതിർപ്പില്ലല്ലോ. പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പ്രോഗ്രാം പറയൂ, മൂന്നാമത്തെ കൂടെ പറയൂ. അവസാനത്തെ പ്രോഗ്രാം പറയൂ. അവസാനത്തെ പ്രോഗ്രാം പറയൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം രജൻ. The instructions of Government of India for recitation of Vande Mataram will be followed in full എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കേരളത്തിന്റെ നിർദ്ദേശം തീരുമാനിക്കും പാലിക്കുമോ എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, ആണോ? കേരളത്തിന്റെ നിർദ്ദേശം പാലിക്കാനാണോ ഇവിടുത്തെ കേരള ചീഫ് സെക്രട്ടറി ഇരിക്കുന്നത്, അതോ കേന്ദ്രത്തിന്റെ കാര്യം പറയാനാണോ? കേന്ദ്രത്തിന്റെ നിർദ്ദേശം മുഴുവനായിട്ട് പാലിക്കണമെന്നാണ് ആ DO-യിൽ പറഞ്ഞിട്ടുള്ളത്, ചീഫ് സെക്രട്ടറിയുടെ ആ DO-യിൽ ഉള്ളത് കേട്ടോ. ശരി, കേന്ദ്രത്തിന്റെ നിർദ്ദേശം എന്ന് പറയുമ്പോൾ വന്ദേമാതരം മുഴുവനായി ആലപിക്കണം എന്നുള്ളതാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്രത്തിന് മുന്നിലെ കീഴടങ്ങലോ? അതെ എന്ന് 57% പ്രേക്ഷകർ, അല്ല എന്ന് 38%. രണ്ടുപേരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.